അതിസുന്ദരമായ ഒരു ലോകം. ഈ ലോകത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ സമയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ പൊതുലോകം അതിനേക്കാൾ വിഷമകരമായ ഒരു സ്ഥിതിയിലേക്ക് അവരും ചെല്ലാൻ പോവുകയാണ്. ആദ്യമേ നമുക്ക് ചിന്തിക്കുവാനുള്ള ക്രൈസ്തവ സഭയെ കുറിച്ചാണ്. ഏതാണ്ട് 2000 വർഷം മുമ്പേ യെരുസലേമിലെ ഒരു വീട്ടിൽ സാധാരണക്കാരായ 120 യഹൂദന്മാർ കൂടിയിരുന്നപ്പോൾ വാഗ്ദത്ത നിവൃത്തിയെന്നോണം ഉയരത്തിലെ ശക്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ അവർ ആത്മാവിന്റെ ശക്തിയിൽ പാടി ആരാധിച്ച് അന്ന് ആരംഭിച്ച ക്രൈസ്തവ സഭ ഇന്ന് ലോകത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 45%. ലോകത്തിലെ 198 രാജ്യങ്ങളിലും ക്രൈസ്തവരുണ്ട്. മനോഹരമായ ആലയങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ എല്ലാമുള്ള ഒരു സഭയല്ല, ഞാൻ ക്രൈസ്തവ സഭയെ കുറിച്ചാണ് പറയുന്നത്. ഉണ്ട്. ആ ക്രൈസ്തവ സഭ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കയറാൻ പോവുകയാണ്, അഥവാ സങ്കീർണമായ ഒരു സമയത്തേക്ക് കയറാൻ പോവുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഔവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രൈസ്തവ സഭയെക്കുറിച്ച് നിരവധി അലങ്കാരകരമായ അല്ലെങ്കിൽ ഉപമകൾ ധാരാളമായിട്ടുണ്ട് സഭയെക്കുറിച്ച്. അതിലൊന്നാണ് സഭ ദൈവത്തിൻ്റെ കൃഷിയാണ്. 1 കൊരിന്ത്യർ 3:7 കാണാം, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. സഭയെക്കുറിച്ച് നിരവധി കാന്തയാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, നമുക്കിതറിയാം. അതിലൊന്നാണ് നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. ആ കൃഷി എന്ന് പറഞ്ഞാൽ 2 വിധത്തിലുള്ള കൃഷിയുണ്ട്. പെർമനന്റ് പ്ലാന്റിംഗ് ഉണ്ട്, സീസണൽ കൃഷിയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ അല്ല, സീസണലാണ് ഉപയോഗിക്കുന്ന. വെജിറ്റബിൾ 12 മാസമില്ല, സീസണിൽ മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന തെങ്ങ്, പ്ലാവ്, മാവ് ഇതൊക്കെ സ്ഥിരം കൃഷിയാണ്. ഇതുപോലെ അപ്പോൾ കൃഷി എന്ന് പറഞ്ഞെങ്കിൽ ക്രൈസ്തവ സഭ ലോകത്തിലെ ഒരു സ്ഥിരം കൃഷിയല്ല, അതൊരു സീസണൽ കൃഷിയാണ്. ഒരു സീസണിലേക്ക് മാത്രം ദൈവം തമ്പുരാൻ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ക്രൈസ്തവ സഭ. ആ സീസന്റെ പേരാണ് കൃപായുഗം. കൃപായുഗത്തിൽ മാത്രമേ ക്രൈസ്തവ സഭ ഈ ഭൂമിയിൽ ഈ സ്ഥിതിയിൽ കാണത്തുള്ളൂ. ആ കൃപായുഗം ഇവിടെ തീരാൻ പോകുകയാണ്. നാം ലോകത്തിൽ നോക്കിയാൽ ലോകം ഒരു യൂടേണിലേക്ക് വരാൻ പോവുകയാണ്. ഇന്നത്തെ ലോകത്തിന്റെ നിലനിൽപ്പ് പലരും ധരിച്ചിരിക്കുന്നത് ധനം കൊണ്ടോ ശാസ്ത്രത്തിന്റെ മിടുക്കുകൊണ്ടോ ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ സൈന്യബലം കൊണ്ടോ ലോകത്തിന്റെ ഇങ്ങനെയുള്ള ശക്തി കൊണ്ടാണ് ലോകം നിലനിൽക്കുന്ന ഒരു ധാരണ കണ്ടേക്കാം. എന്നാൽ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ അല്ല. എന്താണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്? നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലുള്ള 10,000 കോടി നക്ഷത്രങ്ങൾ, ഈ സൗരയൂഥത്തിലെ 8 ഗോളങ്ങൾ, ഈ 8 ഗോളങ്ങളിൽ നമുക്ക് മാത്രം ഈ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുവാൻ എങ്ങനെ സാധിക്കുന്നു? ചന്ദ്രനിൽ ചെന്നാൽ സഞ്ചരിക്കാനൊക്കത്തില്ല, നീന്തുന്ന പോലെ നീന്തണ്ടേ. ഇവിടെ മാത്രം 36.5 ഡിഗ്രി ചൂടാണ് നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൽ ഇവിടെ മാത്രം, ഈ ഭൂമിയിൽ മാത്രം, സൂര്യനിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഈ ഭൂമിക്ക് മാത്രം ആവറേജ് ചൂട് ശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് 20-നും 55-നും ഇടയ്ക്ക്. നമ്മുടെ അയൽവക്കക്കാരന്റെ പേര് ശുക്രൻ എന്നാണ്, അറിയാമോ? ശുക്രന്റെ ചൂട് നിങ്ങൾക്ക് കേൾക്കണമോ? 218 ഡിഗ്രി തൊട്ടയൽവക്കത്ത്. ഇങ്ങപ്പുറത്തിരിക്കുന്ന അമേരിക്കക്കാർ പോകാൻ കൊതിക്കുന്ന ചൊവ്വായ ഉണ്ടല്ലോ, ആ ചൊവ്വായിലെ ചൂട് 125 ഡിഗ്രി. അപ്പുറത്തെ ശുക്രനിൽ 218 ഡിഗ്രി. ഈ പ്ലാപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലത്തെ ആവറേജ് ചൂട് 30-35 ഡിഗ്രി. എന്താണ് കാരണം? ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ഭൂമിയുടെ ഉള്ളിൽ തീച്ചൂള പോലെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ 1600 കിലോമീറ്റർ വേഗത്തിൽ ഈ ഭൂമി കിഴക്കോട്ട് തിരിയുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക ശക്തി, ഗുരുത്വാകർഷണം അഥവാ മാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ആകർഷണം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം പണ്ടേ മേലോട്ട് കയറിപ്പോവും, പറന്നു നടക്കണം. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. ധനമല്ല, ആയുധങ്ങളല്ല, സൈന്യബലമല്ല, ബുദ്ധിയല്ല, ശാസ്ത്രമല്ല. ഈ ഭൂമിയെ ഈ നിലയിൽ കൊണ്ടുപോകുന്നത് ഇത്ര 800 കോടി ജനങ്ങൾക്കും ഒരു
കുറവുമില്ലാതെ ഇഷ്ടം പോലെ ശ്വസിക്കുവാൻ ഓക്സിജൻ തന്നിരിക്കുന്നത് ഒരു രാജാക്കന്മാരല്ല, ഭരണകർത്താക്കളല്ല, വെറുതെ ഉണ്ടായതല്ല, തമ്പുരാൻ നിശ്ചയിച്ചാണ്. സർവശക്തനായ ദൈവം തന്റെ ശക്തിയിൽ ഈ ഭൂമിയെ ആക്കിയിരിക്കുമ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണിപ്പോൾ. സഭയെക്കുറിച്ച് ഉത്തമഗീതൻ 2:14 ഒന്ന് വായിക്കാമോ? ഉത്തമഗീതൻ 2:14, സോങ് 2:14. എടുത്തവരാരെങ്കിലും വായിച്ചു തരാം. ദേവദാസന്മാര് വായിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ എടുത്തവർ വായിച്ചാട്ടെ. ഉത്തമഗീതൻ 2:14. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, കടുന്തൂക്കിന്റെ മറവിൽ ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ഈ കുറുപ്രാവാണ് ആരാന്നറിയാമോ? ക്രൈസ്തവ സഭ. അതിരിക്കുന്നത് പാറയുടെ പിളർപ്പിൽ. ഏതാണ് പാറ? സുപരിചിതമാണ്. ആ പാറ ക്രിസ്തുവാകുന്നു. ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ക്രൈസ്തവ സഭാംഗങ്ങൾ പല വിധത്തിലുള്ള കടുന്തൂക്കില, സീക്രട്ട് പ്ലേസ് അല്ലെങ്കിൽ സ്റ്റെയർ പ്ലേസ്, വളരെ കടുന്തൂക്കായ സ്ഥലമാണ്. ആ കടുന്തൂക്കാണ് കഷ്ടങ്ങൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാരകരോഗങ്ങൾ. ഇങ്ങനെയുള്ള കടുന്തൂക്കിൽ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി ആഞ്ഞടിക്കുമ്പോൾ എങ്ങനെ ക്രൈസ്തവ സഭ പിടിച്ചു നിൽക്കുന്നു? സ്വർഗം ഒരു ഊർജം തന്നിട്ടുണ്ട്. ആ ഊർജത്തിന്റെ പേരാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ ഊർജത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്നും മാറാൻ പോകുന്നു. ഈ ഭൂഗോളത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തല്ല. കർത്താവിന്റെ കൃപയാൽ വിശുദ്ധിയുടെ പരിവേഷമുള്ള അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളിൽ മാത്രം കുടികൊള്ളുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വളരെ വേഗം ഇവിടുന്ന് എടുക്കപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് മാറുമ്പോൾ ആരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവുണ്ടോ അവരും രൂപാന്തരപ്പെടാൻ പോവുകയാണ്. സന്തോഷമുള്ളൊരു ദൈവത്തെ സ്തുതിച്ചേ. 50 വർഷം കഴിഞ്ഞല്ല, ഈ തലമുറയിലാണ്. അത് ഒത്തിരി വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, നമ്മുടെ ടൈം ആകെ 1.5 മണിക്കൂറാണ്. ഈ തലമുറയിൽ നാം ഒരു വലിയ യു ടേണിലേക്ക് വരാൻ പോവുകയാണ്. പൊതുലോകത്തെ പുറകെ പറയാം. ക്രൈസ്തവ സഭയെ കുറിച്ച് ആദ്യം പറയുകയാണ്. നമ്മൾ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ സിഗ്നൽ കാണാൻ മേലെ, ആക്സിഡന്റ് ഉണ്ടാകാതെ വാഹനം ഓടിക്കാനാ പാലം, സ്കൂള്, ഹോസ്പിറ്റൽ, നോ ഹോൺ, ഇങ്ങനെ സിഗ്നൽ വെച്ചിട്ടുണ്ട്. ട്രാഫിക് സിഗ്നൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇവിടെ ഏറ്റവും കുറവ് പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ പോയാൽ ഒരു വീട്ടിൽ സംസാരിക്കാൻ മേലാത്തൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ എൻ്റർ ചെയ്യുമ്പോഴേ അവിടെ ബോർഡാ, സംസാരിക്കാൻ മേലാത്തൊരു കുഞ്ഞുണ്ട്, ബോർഡർ അവിടെ പടം വെച്ചിട്ടുണ്ട്. ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ട്, പതുക്കെ വണ്ടി ഓടിക്കാവുള്ളൂ. അപ്പൊ ഇങ്ങനെ നിരവധി സിഗ്നൽ ഉണ്ടെങ്കിൽ ക്രൈസ്തവ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പോകുന്നതിന്റെ സിഗ്നലുകളുണ്ട് ഒത്തിരി. ആ സിഗ്നൽ കൊണ്ട് പൊതുലോകം അതിസങ്കീർണമായ ഒരു ദുഷ്ടന്റെ ഭരണത്തിന്റെ കീഴിൽ ഈ ലോകം ഒന്നിച്ചു വരാൻ പോകുകയാണ്. 198 രാജ്യങ്ങളുള്ള ഈ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ രാജാക്കന്മാരോ ഉണ്ടെങ്കിൽ പോലും അവരുടെ എല്ലാം മേൽ ഒരധികാരി വരാൻ പോവുകയാണ്. വൺ വേൾഡ് റൂളർ എന്ന് ലോകം പറയുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നു അധർമ്മമൂർത്തി അഥവാ എതിർ ക്രിസ്തു സാത്താൻ പിശാച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ഈ ലോകത്തെ മുഴുവൻ അവൻ നിയന്ത്രിക്കും. നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓരോ പ്രോഗ്രാം സ്കൂളിലോ ചർച്ചിലോ ഒക്കെ കുട്ടികൾ പ്രോഗ്രാം എടുക്കുമല്ലോ, സ്കിറ്റൊക്കെ എടുക്കുമ്പോൾ ഓടി വന്ന് ചെയ്യുകയല്ല. അതിനെ ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂളിലായാലും ചർച്ചിലായാലും എവിടെയായാലും എന്ത് ചെയ്യും? റിഹേഴ്സൽ. ഒരുവൻ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് റിഹേഴ്സൽ എടുത്ത് ശരിക്ക് തെളിയിച്ചു. ഒറ്റ വ്യക്തി ഇന്നത്തെ 800 കോടി ജനങ്ങളിൽ ഒരു നല്ല വിഭാഗം ഇവിടെ അവശേഷിച്ചാൽ അവരെ ഒരുവൻ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് പലരും ചിന്തിച്ചേക്കാം. കാരണം ഏതാണ്ട് 6500 ഭാഷയുണ്ട്, 7 ലക്ഷത്തോളം സംസ്കാരമുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, സമ്പന്നന്മാരുണ്ട്, അതിസമ്പന്നന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, പല ഭാഷക്കാരുണ്ട്. ഇല്ലേ? ഇവരെയെല്ലാം ഒരുത്തം നിയന്ത്രിക്കുവോ?
വളരെ ഈസി ആയിട്ട് തെളിയിച്ചില്ലേ നിയന്ത്രിക്കുമെന്ന്? 2019 മുതൽ 2-3 വർഷത്തേക്ക് 30 രൂപയുടെ വിലയുള്ള സോപ്പിന്റെ കൊമളയെ അതിജീവിക്കാൻ സാധിക്കാത്ത ഒരു വൈറസ് ലോകത്തെ ഒന്നിച്ച് ചുരുട്ടിക്കൂട്ടി ഒരു കുടക്കീഴിൽ വെച്ചതിന് അനുഭവം എനിക്ക് നിങ്ങൾക്കും ഇല്ലേ? ഒന്ന് ചിന്തിച്ചേ. യാത്ര മുടക്കിയോ? ഈ സുന്ദരമായ പ്ലാപ്പള്ളി റോഡ് വിജനമായോ? റെയിൽവേ സ്റ്റേഷൻ ശൂന്യമായോ? എയർപോർട്ടുകൾ മുഴുവൻ ഒന്നുമില്ലാതായോ? റെയിൽവേ സ്റ്റേഷനിൽ ആളുകറിയോ? യാത്ര മുടങ്ങിയോ? പരസ്പരം വീട്ടിൽ വിരുന്നിന് പോക്കോ വിരുന്നിന് വരവോ ഉണ്ടായോ? എന്തിനു ഭാര്യ മരിച്ചിട്ട് ഭർത്താവിന് ശവശരീരം കാണാൻ സാധിച്ചോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്വന്തക്കാർ മരിച്ചിട്ട് ഒത്തിരി വിശദീകരിക്കാൻ സമയമില്ല. ആ നീല പ്ലാസ്റ്റിക്കിനകത്ത് സിപ്പിട്ട് കത്തിച്ചു കളഞ്ഞതല്ലാതെ ഇഷ്ടഭാര്യയെ ഇഷ്ടഭർത്താവിന് മക്കളെ ഒരു നോക്ക് കാണാൻ അനുവാദം കിട്ടിയോ? യാത്ര മുടങ്ങിയോ? വീട്ടിൽ ഒതുങ്ങിയോ? ഒരു സാധനം മേടിക്കാൻ കടയിൽ പോകാൻ ഒരു ചെറിയ കട പോലും തുറക്കാതിരുന്ന കാലം നിങ്ങൾക്ക് ഇല്ലേ? എന്താ സംഭവം? വീട്ടിൽ ഒതുങ്ങി ജോലി ചെയ്തില്ലേ? യാത്ര മുടങ്ങിയത് മാത്രമാണോ? വീട്ടിൽ സാധനങ്ങൾ വെച്ച് ആരെങ്കിലും വിരുന്നുകാർ വന്നോ? വിരുന്നിന് നമ്മൾ പോയോ? മനുഷ്യനെ ഒതുക്കി ഒരു വൈറസിനെ ഈ പരിപാടി സാധിക്കുന്നുവെങ്കിൽ ഒരുവൻ ഈ ലോകത്തെ ഭരിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിൽക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ റിഹേഴ്സലാണ് കൊറോണ നടത്തിയത്. വായിക്കാം. വെളിപ്പാട് 13-ന്റെ-7. വെളിപ്പാട് 13-ന്റെ-7. അടുത്ത വാക്യം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം ലഭിക്കുമെന്ന്. ഈ ലോകത്തിൽ അവശേഷിക്കുന്ന ഈ തലമുറയിൽ വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. എല്ലാ ക്രൈസ്തവ സഭയിലും, ഞാൻ ഡിനോമിനേഷനല്ല പറയുന്നത്, വചനപ്രകാരം ജീവിക്കുന്നവർ മാത്രം മാറ്റപ്പെടും. അതിന്റെ അടയാളവും കാണാം. നമുക്ക് നോക്കാം. കർത്താവിന്റെ ജനന സമയത്തെ 2 അടയാളം ഇന്ന് അതുപോലെയുണ്ട്. മാലാഖി പ്രവചനത്തിന്റെ ശേഷം 400 വർഷം ദൈവം മനുഷ്യനുമായി ഇടപെട്ടില്ല. സൈലന്റ് ഇയേഴ്സ് എന്ന് ദൈവദാസന്മാർ പറയും. അത് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വരവായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഉണർവ്, ഒരു ഉത്സാഹം. മരുഭൂമിയിലെ വേഷവിധാനങ്ങളൊന്നുമില്ലാതെ നിന്ന് പ്രസംഗിക്കുന്ന ആ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് സമൂഹത്തിലെ സാധാരണക്കാര്, മിലിറ്ററി, ധനവാന്മാര് ഓടി ഒഴുകുക. ഒരാത്മ പകർച്ച. എന്താ? കർത്താവിന്റെ വഴി ഒരുക്കുക. ജനം ഓടിയെടുക്കുകയാണ്, ആൾക്കൂട്ടം കൂടുകയാണ്, ഒരാത്മ പകർച്ച. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, 1948-50 ശേഷം ഈ കഴിഞ്ഞ 74 വർഷം ലോകം മുഴുവൻ ഒരാത്മ പകർച്ചയുണ്ടോ? അന്നൊരാത്മ പകർച്ച ഉണ്ടായത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുന്നോടിയാണെങ്കിൽ ഇന്നൊരാത്മ പകർച്ച ആ ക്രിസ്തു വരുമ്പോൾ മറുവപ്പെടുവാൻ തക്കവണ്ണം ജനത്തെ ഒരുക്കുവാൻ പിന്മഴ അയച്ചിരിക്കുകയാണ് സ്വർഗം. 3 മഴയാണ്: മുൻമഴ, ഇടമഴ, പിന്മഴ. പിന്മഴ എന്ന് പറയുന്നത് വളവിടാനല്ല, പിന്മഴ വിത്തിന് ഫലത്തിന് ഷേപ്പ് കിട്ടാനാ. ഇപ്പോഴത്തെ ഈ പിന്മഴ എല്ലാ രാജ്യങ്ങളും ഒരു ഉണർവ്. ഒറ്റ രാജ്യമില്ല ഉണർവില്ലാത്ത. ക്രൈസ്തവ സഭകളിൽ ഉണർവ്. 74 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ പ്ലാപ്പള്ളിയിൽ അലേരിയ എന്നൊരു ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ സ്ഥിതി കണ്ടോ? ഒരു ഉണർവ്. ഒന്ന് ഇന്ന് ആ ഉണർവ്. അതുപോലെ തന്നെ കർത്താവ് ജീവിച്ച സമയത്തും ദർശനം നഷ്ടപ്പെട്ട യഹൂദ മത നേതൃത്വം, അവരെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി. ഇന്നും അത് നടക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ക്രൈസ്തവ സഭ സങ്കീർണമായ ഒരു സമയത്താണ്. വളരെ ശ്രദ്ധിച്ച് ജീവിച്ചിൽ നിന്ന് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കുക. നമ്മൾ ക്രൈസ്തവ സഭയെ കുറിച്ച് കർത്താവ് പറഞ്ഞ 7 ഉപമകൾ നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിൽ. 1, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. 2, നല്ല വിത്ത് വിതച്ചു. 3, കടുകുമണിയോട് സ്വർഗരാജ്യം. 4, പുളിച്ച മാവിനോട്. 5, നിലത്തിൽ ഒളിച്ചു വെച്ച വിധി. 6, നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി. ഇതെല്ലാം സ്വർഗരാജ്യ. ഏതാണ് ഈ സ്വർഗരാജ്യം? ഏതാണെന്ന് പറയാൻ പോവുക. 7, എല്ലാ വക മീനും പിടിക്കുന്ന വല. 7 സ്വർഗരാജ്യം. അപ്പോൾ അത് 2 ഉപമ ശ്രദ്ധിച്ചോണം. 1,
ഗോതമ്പ് വിതച്ചു, കള കയറി വന്നു. സ്വർഗത്തിൽ കള വരുവോ? സ്വർഗത്തിൽ കള വരുവോ? ഗോതമ്പിന്റെ ഇടയിൽ കള. എല്ലാ വക മീനും പിടിച്ചു. അതിനകത്ത് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ മേലാത്ത അഴുക്ക് മത്സ്യവും വന്നു. സ്വർഗത്തിൽ അഴുക്ക് മത്സ്യം വരുവോ? അപ്പോൾ വ്യക്തമായൊരു അടയാളമാണ്. എന്താണെന്നറിയാമോ? ക്രൈസ്തവ സഭയാണ് സ്വർഗരാജ്യം ഈ ഭൂമിയിലെ. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ സ്വർഗരാജ്യം, യഥാർത്ഥ സ്വർഗരാജ്യം സ്വർഗത്തിലുണ്ടെങ്കിൽ അതിന്റെ ഈ ഭൂമിയിലെ നിഴലാണ് ക്രൈസ്തവ സഭ. ആ ക്രൈസ്തവ സഭയ്ക്കകത്ത് കളകളും കയറു വന്നു. ആ കർത്താവ് പറഞ്ഞു, അപ്പൊ ജോലിക്കാർ ചോദിക്കുക, ഞങ്ങൾ കള പറിച്ച് കളഞ്ഞാക്കട്ടെ? വേണ്ട, പറിച്ചാൽ ഗോതമ്പും വിഴുതു പോകും. രണ്ടും കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് സമയത്ത് ഞാൻ ആദ്യമേ കളക്കെട്ടായിട്ട് കെട്ടും. നോക്കിക്കേ, ഇന്ന് ഞാൻ ഒരു പ്രത്യേക സഭയല്ല പറയുന്നത്. എന്താണ് ഈ കള? അല്പം കൂടെ ആഴമായിട്ട് പറഞ്ഞാൽ, കാർഷിക ശാസ്ത്ര ഭാഷയിൽ കളകൾക്ക് രണ്ട് പേരാ. നമ്മൾ കള എന്ന് പറയും, പക്ഷെ കളകൾ സയന്റിഫിക്കൽ വ്യൂവിൽ രണ്ട് സൈസാ. ഒന്ന് മോണോകോട്ട്, രണ്ട് ഡൈക്കോട്ട്. മോണോകോട്ട് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ വേരില്ലാത്ത സാധാരണ വേര്, അതായത് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പുല്ലാണ് മോണോകോട്ട്, അതിന് തായ് വേരില്ല. ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ തായ് വേരുള്ള വേനപ്പച്ച പോലുള്ളത്. ഇതാണ് കള. അപ്പൊ ഇത് രണ്ടും ക്രൈസ്തവ സഭയിലുണ്ട്. ഏതാ? മോണോകോട്ട്, വേരില്ലാത്ത പുല്ല് പോലുള്ളത്. അതെന്നാന്നറിയാവോ? കാലം ഇങ്ങോട്ട് വന്നപ്പോൾ അനുസരണക്കേട്, നേതൃത്വത്തോട് മത്സരിക്കുക, വചനവിരുദ്ധമായ സമരങ്ങള്, വചനവിരുദ്ധമായ കാര്യങ്ങൾ, ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരവേൽപ്പിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കുക, സൗന്ദര്യ പണക്കങ്ങൾ കാണിക്കുക, നേതൃത്വത്തെ താറടിക്കുക, നേതൃത്വത്തെ വിമർശിക്കുക. ഇതെല്ലാം മോണോകോട്ടാ, ഇതെല്ലാം കളയാ. ഡൈക്കോട്ട് എന്ന് പറയുന്നത് തായ്വേറുള്ളത്. എന്നറിയാവോ? അത് ഇതിനേക്കാൾ ഗൗരവമുള്ളതാ. അത് വിരുദ്ധ ഉപദേശം, ദുരുപദേശങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് നിങ്ങൾ ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ചുറ്റിൽ എവിടെയായാലും കൊള്ളാം, ഒരു കാര്യമാണ്, വചനം പഠിച്ചാൽ കാണാം, കർത്താവ് ചെയ്തിട്ടില്ലാത്തതും കർത്താവ് പറഞ്ഞിട്ടില്ലാത്തതും അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ലാത്തതും വചനത്തിലില്ലാത്തതുമായ സകലതും പണമുണ്ടാക്കുന്ന പരിപാടിയാ. കർത്താവിന്റെ വേല പണമുണ്ടാക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് പണമുണ്ടാക്കാൻ പണിയല്ലതേ. ഇതെന്തിനാണെന്നറിയാവോ? ദൈവനാമം മഹത്വപ്പെടാനാ. പണമുണ്ടാക്കുന്ന ഏത് ശുശ്രൂഷയും കർത്താവിൻ്റെതല്ല. അത് പണം അവനവന് കൊടുത്തെടുക്കണം. ഇവിടെ സ്വോത്രകാഴ്ച ഇല്ലെന്ന് അറിഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വോത്രകാഴ്ച എടുക്കാനുള്ളതല്ലത്. പ്രൈസ് ദി ലോർഡ്. ഇത് വചനം പറയാനാ. നടത്തണമോ? നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് നടത്തണം, അല്ലാതെ 10 പേരെ വിളിച്ചിട്ട് പിരിവെടുക്കുന്ന പരിപാടിയല്ല. രോഗശാന്തിയുടെ പേരിൽ കാശ് പിരിക്കുന്നതും, ഇപ്പൊ നിന്നെ അമേരിക്കയ്ക്ക് ഇടാന്ന് പറഞ്ഞ് കാശ് പിരിക്കുന്നതും, ഇതെല്ലാം വചനവിരുദ്ധമാണ്. ഈ കളകളെല്ലാം ഒന്നിച്ച് കെട്ടായിട്ട് നിൽക്കുന്ന സമയമാണിപ്പോൾ. അതിനകത്ത് നല്ല ഗോതമ്പായ നിങ്ങളെയും എന്നെയും സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് വിരുദ്ധമായ ഒരു ജീവിത കൾച്ചർ നമുക്ക് പാടില്ല. തിരുവചനം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നോ അതനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിക്കാവുള്ളൂ. ധനവും മാനവും സമ്പത്തും ഒന്നും അല്ല സ്വർഗം. അതെല്ലാം വെറും ചെറിയ കാര്യങ്ങളാണ്. ഈ അല്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ പ്രായമുള്ളവർക്കറിയാം. പഴയ കാലത്തൊക്കെ നമ്മുടെ കേരളത്തിൽ സദ്യ തുടങ്ങുന്നത് ഇലയില, അറിയാമല്ലോ. ഇലയ്ക്കകത്ത് സദ്യ ഉണ്ടെങ്കിൽ ആദ്യം വിളമ്പുന്നത് ചോറല്ല, ആദ്യം വിളമ്പുന്നത് അല്പം ഉപ്പ. അത് എന്തിനാന്ന് ചോദിച്ചാൽ കറിക്ക് കുറവാണെങ്കിൽ ഇടാനല്ല, അതൊരു സിഗ്നലാ. ഉപ്പ് വിളമ്പിയാൽ ഓർത്തോണം, ഊണ് കഴിയുമ്പോൾ വയറ്റിൽ അല്പം സ്ഥലവും ഇട്ടേക്കണം, ഇലയിൽ അല്പം ചോറും വെച്ചേക്കണം, തൈരും പാനും കൂട്ടി ഒരു പരിപാടി ഒടുവിലുണ്ടെന്ന്. അതാ ഇന്നത്തെ പരിഷ്കാരത്തിൽ ഐസ്ക്രീമായിട്ട് അങ്ങ് പോയി. പഴയ കാലത്ത് എങ്ങനെയാന്ന് ചോദിച്ചെന്നാൽ ഇലയിട്ട് അങ്ങോട്ട് വിളമ്പിക്കഴിയുമ്പോൾ ആദ്യമേ വിളമ്പുന്നത് ഉപ്പ് വിളമ്പിയാൽ മനസ്സിലാക്കിയോണം. കിട്ടുന്ന ചോറ് മുഴുവൻ മൂക്കുമറ്റം തിന്നെ ചിരിക്കരുത്, വയറ്റിലൊരു ശകലം സ്ഥലവും ഇട്ടേക്കണം, ചോറ് അല്പം വെച്ചേക്കണം, ഒടുവിൽ തൈരും പാനിയും അല്ലെങ്കിൽ പഞ്ചസാരയും വരും. അതുപോലെ എന്തെങ്കിലും വലിയ നന്മകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ കിട്ടുന്നെങ്കിൽ അത് വെറും അതല്ല അനുഗ്രഹം. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ, പ്രത്യാശയുടെ ശക്തിയാൽ, ഇതൊക്കെയാണ് അനുഗ്രഹങ്ങൾ. സാത്താനോട് എതിർത്ത് നിൽക്കാനുള്ള ബലം. ദുഃഖങ്ങളും ഘട്ടങ്ങളും ഞെരുക്കങ്ങളും വരുമ്പോൾ പതറിപ്പോകാതെ യോബിനെ
പോലെ എന്നാലും ഞാൻ എന്റെ നിഷ്കളങ്കത്വം മുറുകെ പിടിക്കും എന്ന് പറയുന്ന അതാണ് ആത്മീയ അനുഗ്രഹങ്ങൾ. സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങൾ. ഭൗമികം കർത്താവ് തരുന്ന വെറും ഉപ്പാണ്. അതിനല്ല നമ്മൾ ശ്രദ്ധിക്കുക. പുറകെ വരുന്നു ആത്മീയ അനുഗ്രഹം. ഭൗമിക അനുഗ്രഹം തരാമെന്ന് പറഞ്ഞ് വരുന്നത് മുഴുവൻ കളകളാണ്. ആ കളയല്ല നമുക്ക് വേണ്ടിയത്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകാതിരിക്കാൻ വിശുദ്ധിയുടെ മാനദണ്ഡം ശരിക്ക് സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിച്ച് അവന് വേണ്ടി കാത്തിരിക്കുന്നവരെ മാത്രമേ കർത്താവ് ചേർക്കത്തുള്ളൂ. ക്രൈസ്തവ സഭ ഒന്ന്. ഇനി പൊതുലോകത്തിലേക്ക് വരാം. പൊതുലോകം ഏറ്റവും വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. തിരുവചനം പഠിച്ചാൽ കാണാം 10 സംഭവങ്ങളുടെ അവസാനമാണ് ഈ തലമുറ. 10 കാര്യങ്ങൾ ഈ തലമുറയിൽ തീരാൻ പോവുക, തീർന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ അവസാനം ദൈവത്തിന്റെ മൃദുല സമീപനം. ഈ മനുഷ്യൻ ഈ പാപമെല്ലാം ചെയ്തു കൂട്ടി ഈ അന്യായം നമ്മളറിയാം, മീഡിയയിലൊക്കെ കാണുന്ന വാർത്തകൾ കാണാമല്ലോ. എന്തെല്ലാമാ കേൾക്കുന്നത്. എന്നിട്ട് എന്നാ ദൈവം കയ്യും കെട്ടിയിരിക്കുകയാണോ? അല്ല, അതിന് പറയുന്ന വാക്കാണ് ദൈവത്തിന്റെ മൃദുല സമീപനം. ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വേഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, നിൽക്കട്ടെ പക്ഷേ എപ്പോഴാന്ന് കേട്ടോണം. യഹോവേ, ഒരു മിനിറ്റ്, എപ്പോഴാ ഇത് ഘോഷിച്ചതെന്ന? 30 ലക്ഷം ജനം 1.25 കിലോമീറ്റർ ആഴമുള്ള ചെങ്കടൽ കീറി അങ്ങോട്ട് മാറ്റി. ചെങ്കടൽ കീറി മാറ്റി ഇക്കരെ കയറ്റി. അതും തന്നെ ദൈവത്തിന്റെ ആ കരുണ. ലോകത്തിന്റെ കടലിന്റെ അടിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ സമതലമല്ല. 5 കിലോമീറ്റർ വരെ പൊക്കമുള്ള പാറക്കെട്ടുകളുണ്ട്, പർവ്വതമുണ്ട് കടലിനടിയിൽ. കടലിനടിയിൽ അല്ലാത്തത് ചെളിയും കല്ലും മണ്ണും സ്ലം ഏരിയയായ കടലിന്റെ അടി. ഭയങ്കരമായ പാറകളും ഗർത്തങ്ങളും ഉണ്ട്, ഭയങ്കര ഗർത്തങ്ങളുണ്ട്. 1912 നഷ്ടപ്പെട്ട ടൈറ്റാനിക് ഒരു ഗർത്തത്തിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എടുക്കാൻ ബുദ്ധിമുട്ട്. എന്നാൽ ചെങ്കടൽ പരിവേഷണം ചെയ്തവർ ആ പരിവേഷണം ചെയ്ത ഫോട്ടോഗ്രാഫ് കണ്ടപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ എങ്ങനെ സ്തുതിക്കണമെന്ന് അറിയാൻ മേല. ഈജിപ്തിന്റെ അന്നത്തെ തലസ്ഥാനമായ ലക്ഷോർ മുതൽ ഇങ്ങേപ്പുറത്ത് സൗദി അറേബ്യയുടെ തീരം വരെയുള്ള പ്രദേശം, ഇസ്രായേൽ ഇങ്ങോട്ട് കയറിക്കിടന്ന ആ പ്രദേശം 1.25 കിലോമീറ്റർ ആഴമാ അവിടെ. ആ കടൽ അങ്ങോട്ട് മാറ്റിക്കേണ്ടപ്പോൾ ഫോട്ടോഗ്രാഫി കേൾക്കണമോ? ഈ വീടിന്റെ അച്ചായന്റെ വീടിന്റെ മുറ്റം പോലെ ലെവൽ തീർന്നില്ല. ലോകത്തിൽ ഒരിടത്തുമില്ലാത്തൊരു പ്രതിഭാസം അവിടെ. അത്ര ഇടയിൽ മാത്രം വെള്ള പഞ്ചസാര മണൽ. കുഴിയില്ല, കുണ്ടില്ല, പാറയില്ല, കല്ലില്ല, പഞ്ചസാര മണൽ. എങ്ങനെ വന്നു? ദൈവത്തിന്റെ അനാദി നിർണയം സമുദ്രമുണ്ടാകട്ടെ എന്ന് ഉൽപ്പത്തിയിൽ പറഞ്ഞപ്പോൾ, തന്റെ മുൻനിർണയത്തിൽ കാലസമ്പൂർണത വരുമ്പോൾ, തന്റെ സമയം വരുമ്പോൾ, തന്റെ 30 ലക്ഷം ജനം ഓടിക്കേറണം. പ്രായമുള്ള അപ്പച്ച മുതൽ കുഞ്ഞു വരെ ഓടിക്കേറുമ്പോൾ ഒരാൾ സ്ലിപ്പ് ചെയ്ത് വീഴാൻ പാടില്ല, ഒരാൾ തെന്നിപ്പോകാൻ പാടില്ല. അങ്ങനെ വരുവാൻ വേണ്ടി അന്നേ ആ കടലിനടിയിൽ വെള്ള പഞ്ചസാര മണൽ വിരിച്ചവനാണ് ദൈവം. എന്റെ നിങ്ങളുടെ ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ കടലിനെ പോലെ തന്നെ പ്രശ്ന പരിഹാരങ്ങളുടെ മണൽ വിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രശ്നങ്ങൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ഓടി ഒളിക്കുന്നവനല്ല, ഭാരങ്ങൾ വരുമ്പോൾ മാറിപ്പോകുന്നവനല്ല, വാക്കുമാറുന്നവനല്ല. ആ കടൽ കൂടി അവരിക്കരെ കയറി. നമുക്കിതൊക്കെ അറിയാം. അങ്ങനെ കയറിക്കഴിഞ്ഞ് മോശെ പർവ്വതത്തിൽ വിളിച്ചു ഇവർക്ക് ചട്ടങ്ങളും കൽപ്പനകളും കൊടുക്കാൻ. അത് കൊടുത്തുകൊണ്ടിരുന്നപ്പം അതൊന്ന് വായിക്കാൻ പോലും കേൾക്കാൻ പോലും സമയമെടുക്കാതെ അതിനകത്ത് പറഞ്ഞിരുന്നത് രണ്ടാമത്തെ കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞത് തോളെ വെച്ച് തുള്ളിക്കൊണ്ട് കിടക്കുന്ന ജനം. ആ ജനത്തെ നശിപ്പിക്കാതെ ദൈവം പറഞ്ഞു എന്നാന്നൊന്ന് കേട്ടെ. ഇനി വായിക്കാം. യഹോവ അവന്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയപാലിക്കുന്നവൻ. അതുകൊണ്ട് അവരെ തകർക്കാഞ്ഞത് അതാണ് ദൈവത്തിന്റെ, ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ മൃദുല സമീപനം.
മനുഷ്യവർഗത്തിന്മേൽ ദൈവമില്ലെന്ന് പറയുന്നവനോടും ദൈവത്തെ ചീത്ത വിളിക്കുന്നവനോടും ദൈവത്തിന്റെ പേര് മുതലെടുക്കുന്നവനോടും എല്ലാവിധ തിന്മ ചെയ്യുന്നവനെയും നശിപ്പിക്കാതിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് മനുഷ്യരോടുള്ള മൃദുല സമീപനം. 10 കാര്യങ്ങളുടെ അവസാനമാണ് ഈ തലമുറ. അതാണ് പൊതുലോകത്തിനുള്ളത്, നമുക്കും ബാധകമാണ്. 1, ദൈവത്തിന് മനുഷ്യരോടുള്ള മൃദുല സമീപനം ഈ തലമുറയിൽ തീരും. പിന്നെ ദൈവത്തിന്റെ ഉഗ്ര കോപമായിരിക്കും. അതാണ് മഹോപദ്രവം. 2, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഈ തലമുറയ്ക്ക് ശേഷം ഈ ഭൂമിയിൽ കാണത്തില്ല. സന്തോഷമുള്ളവരും ദൈവത്തെ സ്തുതി ചെയ്യും. ആണ്ടും മാസവും തീയതിയൊന്നുമല്ല ഞാൻ പറയുന്നത്, ഓൺ ദിസ് ജനറേഷൻ. അത് ഒത്തിരി വിശദീകരിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. ഈ തലമുറ 2 ദിവസം കൊണ്ട് നമുക്ക് പറയായിരുന്നു ഏതാ ഈ തലമുറയെന്ന്. ഈ തലമുറയോടുകൂടി ക്രൈസ്തവ സഭയല്ല, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഈ ഭൂമിയിൽ നിന്നും മാറും. 3, ഈ സുവിശേഷം പരസ്യമായോ രഹസ്യമായോ ഈ തലമുറയ്ക്ക് ശേഷം ഈ ലോകത്തിൽ പ്രസംഗിക്കാൻ അനുവാദം കാണത്തില്ല. 4, ഒരു വ്യക്തിക്ക് സൗജന്യമായി പാപത്തിന് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി സൗജന്യ രക്ഷയുടെ സമയമാണിപ്പോൾ. അതും ഈ തലമുറയിൽ തീരും. പിന്നെ ഒരുവനും രക്ഷിക്കപ്പെടാൻ സമയമില്ല. ശ്രദ്ധിച്ച് കേൾക്കണമേ. 10 കാര്യങ്ങളുടെ അവസാനമാണ്. 1, ദൈവത്തിന്റെ മനുഷ്യരോടുള്ള മൃദുല സമീപനം. 2, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ ഇവിടുന്ന് മാറും. 3, സുവിശേഷം പ്രസംഗിക്കാനുള്ള അനുവാദം ഈ ലോകത്തിൽ ഒരു രാജ്യത്തിലും കാണത്തില്ല. 4, പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെടുവാൻ സമയം കാണത്തില്ല. 5, ഏറ്റവും ദുഃഖകരം, മനുഷ്യന്റെ കുടുംബ ജീവിതം ഈ തലമുറയിൽ തീരും. 6, പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ ഭൂമിയിൽ നിന്നും മാറും. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു, തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകും. 2 തെസ്സലോനിക്കർ 2:7 പരിശുദ്ധാത്മാവ് മാറും. 7, മറ്റ് സൃഷ്ടികളെക്കാൾ മനുഷ്യനെ മേത്തരമാക്കുന്നത് അവനിലുള്ളതായ വിശുദ്ധിയാണ്. അത് ഈ തലമുറയിൽ മാറും. 8, ഈ ലോകത്തിലെ സകല രാജ്യങ്ങളിലും പരമാധികാരമുള്ള ഭരണകർത്താക്കളുണ്ട്. ഇന്ത്യ മുതൽ എല്ലാ രാജ്യങ്ങളിലും അവരുടെ മേൽ ഒരുവൻ വരും. ടൈറൻസി എന്ന് പറയും, സർവാധിപത്യം. 9, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഈ പ്രഭാതം, വൈകുന്നേരം, സീസൺ, വസന്തകാലം, ഗ്രീഷ്മം, ഈ സീസൺ, ഇതെല്ലാം മാറും. 10, മനുഷ്യന്റെ കൾച്ചർ മാറും. 6000 വർഷമായിട്ട് മനുഷ്യർ രൂപീകരിച്ചെടുത്ത ഒരു സംസ്കൃതിയുണ്ട്, കൾച്ചർ. അത് മാറും. അത് മാറി മനുഷ്യർ മൃഗ സ്വഭാവമുള്ളവരാകും. അതാണ് പൊതുലോകത്തിന് വരാൻ പോകുന്നത്. അതിന്റെ ആ കൾച്ചർ മാറുന്നതിന്റെ ഒരു 8-10 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. ഓരോ സീസൺ വരുമ്പോൾ ഓരോന്ന് വരും. ഇപ്പൊ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഡിസംബർ ആകുമ്പോൾ കടകളിലൊക്കെ എന്തുണ്ടാവും? സ്റ്റാർ വിൽക്കും, മെഴുതിരി വിൽക്കും, പടക്കം വയ്ക്കും. ക്രിസ്മസ് ആയി. ഓണമാകുമ്പോൾ അതിന് തക്കവണ്ണം. സ്കൂൾ സമയമാകുമ്പോൾ ഈ സ്കൂളിന്റെ യൂണിഫോം, ബാഗ്, സീസൺ എല്ലാം തരികയല്ലേ. ഇതുപോലെ സംസ്കാരം മാറുന്നതിന്റെ ലക്ഷണം കാണിക്കാം. ഒന്ന് നിങ്ങൾ നോക്കിക്കേ, സംസ്കാരം മാറുന്ന 8-10 കാര്യങ്ങൾ കേട്ടോണം. 1, ഇത്രയും കുടുംബ തകർച്ചതിന് മുമ്പുണ്ടായിട്ടുണ്ടോ? ഇത്രയും വിവാഹമോചനം പെരുകിയിട്ടുണ്ടോ? ഒത്തിരി ഞാൻ വിശദീകരിക്കുന്നില്ല. 2, വിവാഹമോചനം മാത്രമാണോ? വിവാഹമില്ലാത്ത കുടുംബജീവിതം ഇന്നില്ലേ? ഇന്ത്യ ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടുണ്ടേനെ, ഒന്നിച്ച് താമസിക്കാം, കല്യാണം കഴിക്കണ്ട. അതിനിട്ടിരിക്കുന്ന പേര് ഭാര്യയെന്നോ ഭർത്താവെന്നൊന്നുമല്ല, പങ്കാളി, പാർട്ട്ണർ. ഒരു ഉത്തരവാദിത്വം ഇല്ല. കൊട്ടാരക്കരയിൽ കൂടി ആയൂരാകുമ്പോൾ ഇട്ടു പോവാം. പാർട്ട്ണർ. നോക്കിക്കേ. 1, വിവാഹം ജീവിതം, ഡൈവോഴ്സ് വർദ്ധിക്കുന്നു. 2, വിവാഹമില്ലാത്ത കുടുംബജീവിതം. വിവാഹം കഴിച്ചിട്ടില്ല, ഭാര്യയാണോ? അല്ല. ഭർത്താവാണോ? അല്ല. പിന്നാരാ? പാർട്ട്ണർ. സർവ്വസാധാരണമാണ്. 3, വിവാഹമേ വേണ്ട എന്ന് പറയുന്ന ഒരു പുതിയ തലമുറ. 4, ദുഃഖത്തോടെ വിളിച്ചു പറയാം, ഹല്ലേലൂയ, സ്വവർഗ വിവാഹം. വേദപുസ്തകം അതിനിശ്ചിതമായി പറയുന്ന സൊദോമ്യ വിവാഹം നടക്കുന്നുണ്ടോ? സർവ്വസാധാരണമായില്ലേ സൊദോമ്യ വിവാഹം. 5, പെരുത്ത അബോർഷൻ. ഒരു ശിശുവിനെ നശിപ്പിക്കാൻ ആർക്കാ അധികാരം? അബോർഷൻ.
6, മാതാപിതാക്കളോട് ഒരു ശകലവും വിധേയത്വവും ഭയവും ബഹുമാനവും ഇല്ലാത്ത ഒരു പുതിയ തലമുറ. സത്യമാണോ? സത്യമാണോ? ഒത്തിരി സാരസ്യത്തിൽ പറയാൻ എനിക്ക് സമയമില്ലാണ്ട് ഞാൻ ഉദാഹരണ സഹിതം പറയാൻ വേണമെങ്കിൽ. അന്നത്തെ ലോകം ഇന്നത്തെ ലോകവും തമ്മിലുള്ള വ്യത്യാസം. പഴയ കാലത്തൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് പഴം മേടിക്കാൻ വിടും. ആരും പെമ്പിള്ളേരെ കടയിൽ വിടത്തില്ല. അന്ന് ഇത് വിടല്ല, അവർ തന്നെ സ്കൂട്ടർ എടുത്ത് പോകും. അന്ന് പെമ്പിള്ളേരെ കടയിൽ വിടത്തില്ല, ആമ്പിള്ളേരെ ഒറ്റയ്ക്ക് വിടത്തില്ല, രണ്ടുപേരെ വിടും. ചേട്ടനെ കൂടെ വിളിക്കും പഴം മേടിക്കാൻ. ഒരു പടല പഴക്കെ എന്റെ ചെറുപ്പത്തിലെ അണയൊന്നുമല്ല, ചക്രവാ. തിരുവിതാംകൂർ രാജാവിന് ഒരു ചക്രം കൊടുത്താൽ ഒരു പടല പഴവാ. ഒരു പടല പഴവും കിട്ടും, 2 നാരങ്ങ മിഠായി ഓഫറും ഉണ്ട് കടക്കാരുണ്ട്. അപ്പൊ ചേട്ടനും അനിയനും കൂടെ ഇതും മേടിച്ച് പഴവും കടലാസിലൊന്നും അല്ല, പ്ലാസ്റ്റിക്കില്ല, വട്ടാലക്കകത്ത് പൊതിഞ്ഞായി തരുന്നത്. അതുകൊണ്ട് ചേട്ടനും അനിയനും കൂടെ വരുമ്പോൾ വഴി കാണുന്ന പട്ടിക്കിട്ടൊരു ഏറ് കൊടുക്കും, അപ്പുറത്തെ ചാക്കോച്ചായന്റെ മാവിലിന്റെ മാങ്ങായിക്കിട്ടൊന്ന് കൊടുക്കും. ഇങ്ങനെ അവർ രസിച്ച് ചേട്ടനും അനിയനും കൂടെ വീട്ടിലോട്ട് കയറി വരിക. പഴം എന്തിനാ? രാവിലത്തെ ആഹാരം പുട്ടാ, അതിന് കഴിക്കാൻ. അങ്ങനെ വരുമ്പോ വീടിന്റെ ഫോർട്ടിക്കോയിലല്ലേ കോലായിൽ വരാന്തയിൽ അപ്പച്ചൻ, അച്ഛൻ, അപ്പൻ, അപ്പച്ചൻ, ഇന്നത്തെ പക്ഷേ ഡാഡി, പപ്പ ഇരുന്ന് പത്രം വായിക്കുക. ഇത് കാണുമ്പോ പിള്ളേർ പറയും, ആണ്ട്രാ അപ്പച്ചനിരിക്കുന്നു, നമുക്ക് ഇതിലേ പോകണ്ട, അടുക്കള വഴി പോകാം. എന്താ? അപ്പനെ കവർ ചെയ്ത് പോകാൻ ഒരു ഭയം. ഇന്ന് പിള്ളേര് വരും, അപ്പ സ്കൂട്ടർ എടുത്ത് സ്ഥലം വിടാണ്ട് അവന്മാര് വരിക, ഞാൻ പോവുക. മാതാപിതാക്കളെ അനുസരിക്കാത്ത, ബഹുമാനിക്കാത്ത ഒരു തലമുറ വന്നോ? അഴിമതിയുടെ ഉത്സവമാണോ? സംസ്കാരം മറന്നു കണ്ടോ? മായം ചേർക്കലോ? അയ്യോ ദൈവമേ, ദുഃഖത്തോടെ പറയാം, കഴിഞ്ഞ മാസം സംഭവിച്ചതാ, പറയാതിരിക്കാനൊക്കത്തില്ല. നല്ലൊരു ചെറുപ്പക്കാരൻ അമേരിക്കയിലെ ഡാളസുള്ളതാ, ബ്ലസൻ, നല്ലൊരു കൊച്ചൻ, ഭക്തൻ, ഭാര്യ സഹിതം നാട്ടിൽ വന്ന് റാന്നിക്കാരാ. വെറും 2 ആഴ്ചത്തേക്ക് നാട് കണ്ടേച്ചു പോകാൻ വന്നതാ. 2 ആഴ്ച ഇവിടെ വന്നു. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു, പക്ഷെ ഫലം ഉണ്ടായില്ല. നാട് കാണാൻ വന്ന ഭാര്യയും ഭർത്താവും കൂടെ അവര് വന്നു, നാട്ടിലെല്ലാം പോയി കറങ്ങി 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. അവിടെ വന്നു ഹെപ്പറ്റൈറ്റിസ് ബി, വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗ കോടിയുള്ള അമേരിക്കയിലെ ഡോക്ടർമാർ സകല പണിയും നോക്കിയിട്ടും കുറയുന്നില്ല. അവർ റിസർച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ്. ഈ കൊച്ചിന് ബോധം തെളിച്ചപ്പം ചോദിച്ചപ്പോ അവൻ പറഞ്ഞു കേൾക്കണമോ, ഞങ്ങളുടെ വീട്ടിലെ വെള്ളം പോലും ഞാൻ കുടിച്ചില്ല. കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ തിരിച്ച് എയർപോർട്ടിൽ കയറുന്നത് വരെ ബോട്ടിൽ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. എവിടുന്ന് വന്നു? മായം ചേർക്കലിന്റെ ഉത്സവമാണോ? മരിച്ചുപോയി. മായം ചേർക്കൽ എവിടെയെന്നില്ലേ? സംസ്കാരം മാറിയത് കണ്ടോ? അഴിമതി എവിടെയും തീർന്നില്ല. ഭാര്യയെ വിറ്റ് കാശ് മേടിക്കുന്ന ഭർത്താവില്ലേ? ഭർത്താവിന്റെ ദീർഘായുസിന് വേണ്ടി വ്രതം എടുത്തിട്ട് വ്രതം തീർന്നെന്ന് ഭർത്താവിനെ കൊന്ന ഭാര്യയെ കുറിച്ച് കേട്ടില്ലേ? മക്കളെ വിൽക്കുന്ന അപ്പന്മാര് വന്നോ? സഹോദരന്മാർക്ക് വേണ്ടി ഒരു ഇഞ്ച് സ്ഥലത്തിന് വേണ്ടി കുത്തും വെട്ടും നടത്തുന്നില്ലേ? ഒരു ഭാഗത്ത് തീവ്രവാദികൾ ലോകം മുഴുവൻ കൈയടക്കിയില്ലേ? മോഷണമാണോ? എന്നാ കുറുവാ സംഘം ചേർന്നല്ലേ മോഷണം? കാലാവസ്ഥ കംപ്ലീറ്റ് മാറിയോ? മനുഷ്യർ ഭീകരന്മാരായോ? ആർക്കുമാരോട് സ്നേഹമില്ലെന്നായോ? കോഴിയെ കൊല്ലുന്ന ലാഘവത്തിൽ ഒരു മനുഷ്യനെ കൊല്ലുവാൻ മടിക്കാത്ത ഒരു കാലമല്ലേ? സംസ്കാരം മാറിയത് കണ്ടോ? എന്താണ്? ഒരുവൻ വരുന്നു, മുമ്പേ വായിച്ചു കേട്ടതുപോലെ, എതിർ ക്രിസ്തു ഈ ലോകത്തിന്റെ ഭരണം ഈ തലമുറയിൽ എടുക്കും. അവൻ വരുന്നതിന്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന ക്രൈസ്തവ സഭയാകുന്ന കുറുപ്രാവിനെ അവൻ തൊടാതിരിക്കാൻ, അത് രക്തം കൊണ്ട്, യേശുവിന്റെ രക്തം കൊണ്ടുള്ളതാണ് ക്രൈസ്തവ സഭ. ആ സഭയെ ഇവിടെ ഇട്ട് അവൻ ഞെരുക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അതിനല്ല യേശു കാൽവരി ക്രൂശിൽ യാഗമായത്. യേശു കാൽവരി ക്രൂശിൽ യാഗമായത് മനുഷ്യന് നഷ്ടപ്പെട്ട പർദീസ തിരികെ തരുവാൻ, അവന്റെ പാപത്തെ കഴുകുവാൻ വേറെ മാർഗമില്ലാത്തതിനാൽ ദൈവം തന്നെ മനുഷ്യനായത് നീതി. ആദ്യത്തെ നീതി സ്വർഗത്തിൽ നിന്നാണ്. 2 കൊരിന്ത്യർ 5:31 വായിക്കാം. 2 കൊരിന്ത്യർ 5:31. 2 കൊരിന്ത്യർ 5:31. പാപം അറിയാത്തവനെ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്
അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നോക്കിക്കേ, കർത്താവിനെ നമുക്ക് വേണ്ടി പാപമാക്കിയത് എന്തിനാണെന്നറിയാവോ? ദൈവത്തിന്റെ നീതി. ആദാമ്യ വർഗം പാപത്തിൽ തകർന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിത്യനരകത്തിൽ പോകാതിരിക്കുവാൻ വേറെ മാർഗമില്ലാത്തതിനാൽ ഒരു ദൂതനെയല്ല ഇങ്ങോട്ട് വിട്ടത്. ദൈവം മനുഷ്യനായി അവതരിച്ചു. കർത്താവായ യേശു. യേശു ക്രൈസ്തവ സഭയുടെ രക്ഷകനല്ല. യേശു ആകമാന മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ ഏകപരിഹാരമാണ്. കർത്താവായ യേശു, അവന്റെ രക്തം പാപമില്ലാത്ത രക്തം കൊണ്ട് വിശ്വാസത്താൽ പാപക്കറ കഴുകുമ്പോൾ ആ വ്യക്തി വിശുദ്ധനാകും. അങ്ങനെയാകുന്ന ഒരു പൈതലാണ് ദൈവ പൈതൽ. അവരെ പിശാചിന് തൊടാൻ കർത്താവ് അനുവദിക്കത്തില്ല. അവൻ വെളിപ്പെടുന്നതിന് മുൻപേ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കും. ആ വാഗ്ദത്തം നിവർത്തിക്കും. നമുക്ക് തന്ന 2 വാഗ്ദത്തത്തിൽ ഒന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും. ആ കാര്യസ്ഥനെ അനുഭവമുള്ളവർ കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതി ചെയ്യുന്നുണ്ടോ? കർത്താവിന്റെ 1-ാമത്തെ വാഗ്ദത്തം അനുഭവിച്ചവരാ നിങ്ങളും ഞാനും. എങ്കിൽ 2-ാമത്തെ വാഗ്ദത്തം കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ ഒന്ന് ചേർക്കും. അതാണ് ഈ സ്ഥലമുറയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി നടക്കാൻ പോകുന്നത് 3-ാം ലോകമഹായുദ്ധമല്ല. ഞാൻ അല്പ രാഷ്ട്രീയത്തിലേക്ക്, ലോക രാഷ്ട്രീയമല്ല, ബൈബിളിലെ തിരുവചനത്തിലൂടെ വരാൻ പോവുക. എന്നിട്ട് അവസാനിപ്പിക്കാം. ഇനിയും നടക്കാൻ പോകുന്ന 1-ാമത്തെ സംഭവം ആറ്റം യുദ്ധമല്ല. ശാസ്ത്രജ്ഞന്മാർ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഹിമാലയം ഒടിഞ്ഞ് മറിഞ്ഞ് കടലിലോട്ട് വീഴും. കണ്ടുപിടിച്ചു. 2009 സുനാമിയിൽ ഇന്തോനേഷ്യയുടെ ഭൂമിയുടെ അടിയിൽ കൂടി ഇന്തോനേഷ്യയിൽ നിന്നും പാഞ്ഞു പോയ ഒരു സാധനമുണ്ട്. അടിച്ചു ചെന്ന് ഏഷ്യൻ പ്ലേറ്റും ടിബറ്റൻ പ്ലേറ്റും തമ്മിൽ യോജിക്കുന്നത് ഹിമാലയത്തിന്റെ അടിയിലാ. അത് 2 കാറ്റ് മാറ്റി വിട്ടു നിന്നിരിക്കുക. ഹിമാലയം ഷെയ്ക്കായിക്കൊണ്ടിരിക്കുക. ഒടിഞ്ഞു താഴെ വീഴും. ഈ അറേബ്യൻ കടൽ ഇതുപോലെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടെങ്കിൽ അറേബ്യൻ കടലെ തുറമുഖ നഗരങ്ങളെ, അറേബ്യൻ കടൽ മാത്രമല്ല ലോകത്തിലെ തുറമുഖ നഗരങ്ങൾ മുഴുവൻ കടലിനടിയിലാകും. സംഭവിക്കും. കൊച്ചിയും ട്രിവാൻഡ്രവും കൊല്ലവും ന്യൂയോർക്കും ലണ്ടനും എല്ലാം കടലിനടിയിലാകും. അതാണ് ഗ്ലോബൽ വാർമിംഗ്. കാരണം മഞ്ഞുമലകൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. അന്റാർട്ടിക്കയിൽ സംഭവിക്കും. അതിമാരകമായ കൊറോണ ഒന്നുമില്ല, അതിന്റെ ചേടുത്തി വരാൻ പോകുക. 12 14 മണിക്കൂറിനോ ആളുകളെ തകർക്കുന്ന മാരക രോഗം വരും. അത് സംഭവിക്കും. ഇതെല്ലാം സംഭവിക്കും. ഈ സൂര്യൻ കരിമ്പടം പോലെ കറുക്കും. വെളിപ്പാട് 6:12 പറയുന്നത് അക്ഷരാമൃത്ത് നടക്കുമെന്ന്. കാലിഫോർണിയയിലെ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സോളാർ സയന്റിസ്റ്റ് ആണ് ഫ്രാങ്ക് ഹിൽ. അദ്ദേഹം പറയുന്നു, ഈ ഗ്ലോബൽ വാർമിംഗ് ഇതുപോലെ കൂടിയാൽ അധികം കഴിയുന്നതിന് മുൻപേ സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിന് പോകും. അദ്ദേഹത്തിന്റെ ഭാഷയാ, സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിന് പോകും. അതായത് ഭൂമിയിൽ സൂര്യപ്രകാശം കിട്ടത്തില്ല. അത് സത്യമാണെന്ന് ലോകത്തെ 2018 സോവിയറ്റ് റഷ്യ സമ്മതിച്ചു. 2018 ജാനുവരി 10 മുതൽ ഫെബ്രുവരി വരെ 40 ദിവസം സോവിയറ്റ് റഷ്യയിൽ നോർത്ത് പോളിനോട് ഉത്തര ധ്രുവത്തോടെ കിടന്ന സ്ഥലങ്ങളിലൊക്കെ 40 ദിവസം സൂര്യൻ ഉദിച്ചില്ല. അതിന് പറയുന്ന പേരാണ് പോളാർ എഫക്ട്. 40 ദിവസക്കാലം സോവിയറ്റ് യൂണിയന്റെ ഭാഗങ്ങളിൽ ഇരുണ്ട് കിടന്ന് ജനങ്ങളുടെ എല്ലാം ശരീരത്തിൽ ചെതുമ്പല് വന്നു. ചെടികൾ മുഴുവൻ കുഴഞ്ഞു വീണു. മനുഷ്യർക്ക് വിളർച്ചയുണ്ടായി. 40-ാമത്തെ ദിവസമാണ് സൂര്യൻ പൊങ്ങി വന്നത്. 2018 സംഭവിച്ചത് എന്റെ നിങ്ങളുടെ മുമ്പിൽ വെറും 6 വർഷം മുമ്പാണെങ്കിൽ ഫ്രാങ്ക് ഹിൽ പറയുന്നു, ഈ ഗ്ലോബൽ വാർമിംഗ് അറിയാവോ? സൂര്യന്റെ ചൂട് അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്ലോബൽ വാർമിംഗ് ഇതുപോലെ കൂടിയാൽ അധികം താമസിക്കാതെ ഈ സൂര്യൻ ഒരു നീണ്ട ഉറക്കത്തിന് പോകും. അപ്പോൾ വെളിപ്പാട് 6:12 പറയുന്നു, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. ഇതുകൊണ്ട് ആയില്ല. നിങ്ങളുടെ ജില്ലയിൽ എനിക്കറിയാൻ മേല, കേരളം ഉൾപ്പെടെ 2018-19 കേരളത്തിലെ ആലപ്പി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കേരളത്തിലെ മാത്രം ഞാൻ പറയുക, മറ്റു രാജ്യങ്ങളിൽ രക്തമഴ പെയ്തു. ബ്ലഡ് റെയിൻ. നമ്മുടെ കുട്ടികൾ മിടുക്കര മലയാളി കുഞ്ഞുങ്ങൾ അവർ സാമ്പിൾ എടുത്തു, യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തു. യൂണിവേഴ്സിറ്റിക്കാരോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ ബ്ലഡ് റെയിൻ ഉണ്ടായി, സാമ്പിൾ അയക്കുന്നു. കാരണം എന്താന്ന് പറയണം. നമ്മുടെ മിടുമിടുക്കന്മാർ മലയാളികൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. അവർ കണ്ടുപിടിച്ചത് അന്തരീക്ഷത്തിൽ അസ്ട്രോയിഡ് ഉൽക്ക പൊട്ടിത്തെറിച്ചാൽ അതിനകത്തു നിന്നും ഒരു വസ്തു വെളിയിൽ വരും. ആ വസ്തു
അന്തരീക്ഷത്തിൽ പടർന്നാൽ അതെ ജലഗണം ഉണ്ടെങ്കിൽ രക്തമായി ഭൂമിയിൽ വരും. അങ്ങനെ വന്നതാ. അപ്പോൾ വെളിപ്പാടിന്റെ ആ 8 കാണാം, ഒരു തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിൽ എറിഞ്ഞിട്ട് സമുദ്രം മുഴുവൻ രക്തമായി. അത് സംഭവിക്കും. സമുദ്രം രക്തമായാൽ ഓട്ടോമാറ്റിക്കലി കിണറ്റിലെയും കുളത്തിലെയും വെള്ളം രക്തമായാൽ അന്ന് ജീവിക്കുന്നവർ ഭക്ഷണം രക്തത്തിൽ പാചകം ചെയ്യും. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമെങ്കിലും അതിനു മുമ്പ് സംഭവിക്കാൻ പോകുന്നത് കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ക്രൈസ്തവ സഭ വിശുദ്ധിയിലും വിശ്വസ്തയിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയാകുന്ന ക്രിസ്തുവിന്റെ കാന്ത എടുക്കപ്പെടും. ഭൂലോകത്തിലെങ്ങ് സംഭവിക്കുവാനുള്ള പരീക്ഷാകാലത്തെ ഞാനും നിങ്ങളെ കാക്കും. വെളിപ്പാട് 3:8 കാണാം, 3:10 കാണാം. എന്താ? ഞാൻ നിന്നെ കാക്കും. ഇത്രയും ഗൗരവത്തിൽ പറയാനുള്ള കാരണം ലോകത്തിന്റെ ക്ലോക്ക് 12 കയറാൻ പോവുക. നമ്മൾ വാച്ച് നോക്കുമല്ലോ. തമ്പുരാൻ ലോകത്തിന് വെച്ചിരിക്കുന്ന ക്ലോക്കിന്റെ പേരാ ഇസ്രായേൽ. 5 പ്രത്യേകതയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഒന്ന്, ഇങ്ങനെ ഒരു ജനം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. അറിയാമല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട. വേദപുസ്തക ഭാഷയിൽ അബ്രഹാമിനെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത് മൃതപ്രായനെ ഒന്ന്, ഒരു സാധ്യതയില്ല. മെഡിക്കൽ സയൻസിന്റെ മുമ്പിൽ ഒരു സാധ്യതയില്ലാത്ത അബ്രഹാമിൽ ജനിച്ച ജനം ഇസ്രായേൽ. 2, ഇസ്രായേൽ എന്ന പേരിട്ടത് ആരാന്നറിയാവോ? യഹോവയായ ദൈവമാണ്, വേറെ ആരുമല്ല. 32:28 വായിച്ചേ. ഉൽപ്പത്തി 32:28. 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം, ബാക്കി ഞാൻ വാക്യങ്ങൾ പറഞ്ഞു വിടാം. 32:28. 5 പ്രത്യേകതകളുണ്ട് ഇസ്രായേൽ. ഈ പേരിട്ടത് യഹോവയായ ദൈവം. 1, ജനിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനത്ത് ജന്മം കിട്ടിയ ജനം. 2, പേരിട്ടത് യഹോവ. 3, വായിക്കണ്ട, എവിടെ താമസിക്കണമെന്ന് സ്വർഗം തീരുമാനിച്ചു. ഉൽപ്പത്തി 15:18 കാണാം. കനാൻ ദേശം എന്ന് പറഞ്ഞാൽ ആരുടെയാ? കനാന്യരുടെയാ. പലസ്തീൻ എന്ന് പറഞ്ഞത് ആരുടെയാ അറിയോ? ഫിലിസ്തീനരുടെയാ. അത് വാഗ്ദത്ത നാടായിട്ട് കൊടുത്തു. 3-ാമത്തെ കാര്യം, അവർക്ക് ജന്മാവകാശമൊന്നുമല്ല, അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത നാടാണ്. അതാണ് പ്രോമിസ് ലാൻഡ്. 3-ാമത്തെ കാര്യം. 4, ലോകത്തിൽ ഒരു ജാതിക്കോ ഒരു ജനതയ്ക്കോ ചട്ടങ്ങളും കൽപ്പനകളും യഹോവ നേരിട്ട് കൊടുത്തില്ല, ന്യായപ്രമാണം നേരിട്ട് കിട്ടിയവർ. 5, ലോകത്തിൽ ഒരു ജനതയോടും ആലയം പണിയാൻ യഹോവയായ ദൈവം പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുവാൻ നിങ്ങൾ എനിക്കൊരു മന്ദിരം പണിയണം. പുറപ്പാട് 25:8. ഈ 5 പ്രത്യേകതയുള്ളൊരു ജനം. ഇനി വേറൊരു പ്രത്യേകത, ഇത്രയും ബുദ്ധിമാന്മാർ ലോകത്തിലില്ല. പാരസെറ്റമോൾ മുതൽ ആറ്റം ബോംബ് വരെ കണ്ടുപിടിച്ചത് അവനാ. കുഴിബോംബ് മുതൽ ആറ്റം ബോംബ് വരെ കണ്ടുപിടിച്ച അവനാ. കുഴൽക്കിണർ മുതൽ കൂന്താലി വരെ കണ്ടുപിടിച്ചത് അവനാ. കമ്മ്യൂണിസം മുതൽ ജനാധിപത്യം വരെ കണ്ടുപിടിച്ച പുള്ളികളാണ്. ഇത്രയും ബുദ്ധിമാന്മാർ ലോകത്തിൽ. ഇറാൻ കാണാമല്ലേ? ഇറാന്റെ അകത്ത് അവന്റെ യാരന്മാരാ കളിച്ചത്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് ബുദ്ധികേട് വന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നു, യേശുവിനെ കുറിച്ച് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ആ കാര്യത്തിൽ മാത്രം അവർക്ക് കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും. പക്ഷെങ്കിൽ ഈ ജനത്തെ ദൈവം തകർക്കത്തില്ല. എന്തുകൊണ്ട്? കാരണം 2 വാക്യമാണ്. 1, 135 സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ യാക്കോബിനെ ഇസ്രായേലിനെ തന്നെ നിക്ഷേപമായിട്ട് എടുത്തിരിക്കുന്നു. 2ാമത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലോകത്തിലെ 198 രാജ്യങ്ങളുണ്ടല്ലോ, അതിൽ ഇസ്രായേൽ ഒഴിച്ച 197 രാജ്യങ്ങളും ഇസ്രായേലിന് എതിരാ നിന്നാലും ഇസ്രായേൽ തകരത്തില്ല. വെറും 95 ലക്ഷം ജനങ്ങളെ ഉള്ളൂ. കേരളത്തിലെ ജനസംഖ്യ 3.25 കോടിയാ. നമ്മുടെ 1/3 പോലും ഇല്ല. 95 ലക്ഷം ജനങ്ങളെ ഉള്ളൂ. പക്ഷെങ്കിൽ ഇനി അമേരിക്കയല്ല, ചൈനയല്ല, കൊറിയയല്ല, ലോകത്തിലെ മുഴുവൻ രാജ്യവും സർവ്വസന്നാഹങ്ങളുമായി ഇസ്രായേലിനെ എതിർത്താലും ഇസ്രായേൽ ഇല്ലാതാകത്തില്ല. അവന്റെ നന്മ കൊണ്ടൊന്നുമല്ല. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്യം വായിക്കണം. ഞാൻ വചനത്തിൽ കൂടി മാത്രമാണ് സംസാരിക്കുന്നത്. ജെരമ്യാവ് 31:35 വായിച്ചേ. വളരെ ശക്തമായിട്ട് ദൈവമക്കൾ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിച്ച് പഠിക്കണം. ജെരമ്യാവ് 31:35.
ജെരമ്യാവ് 31:35. സൂര്യനെ പകൽ വെളിച്ചത്തിനും കേട്ടോണം, വളരെ ശാന്തമായിട്ട് കേട്ടോണം. ദൈവദാസൻ വായിക്കും. സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും. നോക്കി, ഈ ഭൂമിയുടെ നിലനിൽപ്പാണ് ഈ പറയുന്നത്. ഒരിക്കൽ കൂടി വായിച്ച ദൈവദാസനെ. സൂര്യനെ പകൽ വെളിച്ചത്തിനും. സൂര്യന്റെ നിലനിൽപ്പില്ലെങ്കിൽ നമ്മൾ ജീവിക്കത്തില്ല. സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും സിസ്റ്റത്തെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും. കടലിൽ തിരയില്ലെങ്കിൽ ജീവിക്കാൻ ഒക്കത്തില്ല, മത്സ്യങ്ങൾ കാണത്തില്ല. തമ്മിലാണ്ടിരുന്ന ആ കടലിലെ തിരയെ കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുവാനും സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ളവനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എന്റെ മുമ്പിൽ ഒരു ജാതിയാകത്തക്കവണ്ണം ജാതിയാകാതെ വണ്ണം മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ സിസ്റ്റം ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ എന്ന ഒരു ജനം തകരത്തില്ല. ഈ സിസ്റ്റം ഉണ്ട്, യഹോവയുടെ അരുളപ്പാടാ. തിരകളുണ്ട്, സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഉണ്ടോ, ഇസ്രായേലിനെ തകരത്തില്ല. പക്ഷേ കാരണം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, യഹോവയായി ദൈവം പേരിട്ട ജനം. എന്നാൽ അവന്റെ ആത്മീയ അന്ധത മാറ്റി അവനെ ക്ലീൻ ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹം അവരിലേക്ക് ഒഴുകാൻ പോവുകയാണ്. കർത്താവ് അവരെ നോക്കി പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാമത്തെ വാക്യം. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. കർത്താവ് ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ശ്രദ്ധിക്കണേ, യേശു അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് കാശ് മേടിച്ചോണ്ടല്ല. അതുകൂടെ ശ്രദ്ധിച്ചോണം. യേശു മരിച്ചവരെ ഉയർപ്പിച്ച കാശ് മേടിച്ചോണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ചെക്ക് തരാൻ പറഞ്ഞില്ല. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു. എന്നിട്ട് ഇവർ വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു നിനക്കൊരു ഭൂതം ഉണ്ടെന്ന്. ഇല്ലേ? അതാ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു. അടുത്ത വാക്യം, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ഇവർക്കറിയാം യേശു ആരാണ്. സാധാരണ യഹൂദന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവരുടെ മത നേതൃത്വങ്ങൾ വ്യക്തമായി തിരുവചനത്തിൽ കൂടി അവർക്കറിയാം. ഒന്ന്, യേശു എവിടെ ജനിക്കും അവർക്കറിയാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. ഹെരോദാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ചോദ്യം കേട്ടോ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നത്തെ അസ്ട്രോണമിക്കൽ സ്പെഷ്യലിസ്റ്റ് അവർ ഈ നക്ഷത്രം കണ്ടപ്പോ മനസ്സിലായി ഇതൊരു രാജപ്പിറവിയ. അതുകൊണ്ട് അവർ പറഞ്ഞു, നമുക്ക് ഈ നക്ഷത്രത്തെ ഒന്ന് കാണണം, നക്ഷത്രത്തെ, ഈ രാജാവിനെ ഒന്ന് കാണണം. അവർ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്തു. അല്ലാതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പോലെ നാവിഗേറ്റർ ഒന്നുമില്ല, ഫോൺ വിളിച്ച് ചോദിക്കാൻ ആരുമില്ല. അവർ 2 വർഷം യാത്ര ചെയ്തു. യാത്ര 1 വർഷം, ടോട്ടൽ 2 വർഷം. കാരണം രാത്രിയിലെ യാത്ര ചെയ്യാനൊക്കത്തുള്ളൂ. നക്ഷത്രത്തെ വേണം പുറകെ അനുഗമിക്കാൻ. പകല് നക്ഷത്രമില്ല. അപ്പൊ പകൽ അവർ റെസ്റ്റ് എടുക്കും, രാത്രിയിൽ അവർ സഞ്ചരിക്കും. ഇങ്ങനെ നക്ഷത്രം മൂവ് ചെയ്ത് ഒരിടത്ത് വന്ന് നിന്നു. പിന്നെ നക്ഷത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നില്ല. അവരുടെ ബുദ്ധി കേട്ടോണം, വിദ്വാന്മാരെന്നതാ പറയുന്നത്. അവരെ നോക്കിയപ്പം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണം, നക്ഷത്രം അനങ്ങുന്നില്ല. അവർ വന്ന സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടെ നിന്നാണ്. 1 വർഷം യാത്ര ചെയ്തു വന്നു, നക്ഷത്രം അനങ്ങുന്നില്ല. അപ്പൊ ഇവിടെയാണ് രാജാവ്. ഉടനെ അവർ ബുദ്ധിമാന്മാരാ. അവർ ചോദിച്ചു, ഇവിടെ ഏത് കൂട്ടരാ താമസം? യഹൂദന്മാരാ. അതുകൊണ്ടാ ചോദിച്ചത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണ്. അല്ലാതെ നക്ഷത്രത്തിന്റെ അടി ബാനറൊന്നുമില്ല. അപ്പൊ യഹൂദന്മാരുടെ രാജാവാ. അങ്ങനെയാണ് ഇവർ രാജാവ് ജനിക്കുന്നത് എവിടെയാ? രാജകൊട്ടാരത്തിൽ. അതുകൊണ്ടാണ് അവർ അവിടുത്തെ ലോക്കൽ രാജാവായ ഹെരോദാവിന്റെ അടുക്കൽ ചെന്നു. അവരുടെ ചോദ്യം നിങ്ങൾ കേട്ടോണം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? നിങ്ങൾ ശ്രദ്ധിക്കണമേ, നല്ലൊരു അന്തരീക്ഷ, വാഹനത്തിന്റെ ശബ്ദമൊന്നുമില്ല,
ചിന്തിക്കാനും പഠിക്കാനും നല്ല അന്തരീക്ഷ. ഇനിയൊന്ന് വായിച്ച് ക്വസ്റ്റ്യൻ അവരുടേത് രാജാവിനോട് ഇന്നലെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? അടുത്ത വാക്യം, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത്, ഹെരോദാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. യെരൂശലേമിലെ ഹെരോദാവ് അവന്റെ മന്ത്രിമാരെല്ലാം ഭ്രമിച്ചു. കാരണം വേറൊരു രാജാവ് ജനിച്ചു. അതിന്റെ അർത്ഥം ഹെരോദാവ് തട്ടിപ്പോവും. അടുത്ത വാക്യം, ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദ്യം നിങ്ങൾ കണ്ടോ? ആരെയാ കൂട്ടിവരുത്തിയത്? സാധാരണ യഹൂദന്മാരെയല്ല, ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും. യഹൂദ മതത്തിന്റെ ഊടും പാവും അരച്ച് കലക്കി കുടിച്ച മതപണ്ഡിതന്മാരെയാണ് വിളിച്ചിങ്ങോട്ട് വരുത്തുന്നത്. അടുത്ത കേട്ടോണം, ഹെരോദാവിനോട് വിദ്വാൻമാർ ചോദിച്ച ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹെരോദാവ് ഈ മത നേതൃത്വത്തോട് ചോദിച്ചതെന്നാ നോക്കിക്കേ. അടുത്ത വാക്യം, ക്രിസ്തു എവിടെയാകുന്നു? ക്രിസ്തു എവിടെ? ക്രിസ്തു എന്നൊരു വാക്ക് വിദ്വാൻമാർ ചോദിച്ചില്ല, അവർക്കത് അറിയത്തില്ല. അവർ രാജാവേ, ഹെരോദാവിനറിയാം ക്രിസ്തു എന്ന് പറഞ്ഞ രക്ഷകനാണ്. അവര് ചോദിച്ചതാരോടാ? മത നേതൃത്വങ്ങളോടാ, എവിടെയാണ് ജനിക്കുന്നത്? അടുത്ത വാക്യം, അവനവരോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. അവര് പറഞ്ഞു ഒരാഴ്ച ഉപവാസം എടുത്തിട്ട് പറയാമെന്നല്ല, റെഡി ആൻസർ, ബേത്ലഹേമിൽ തന്നെ. കാരണം ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, ഞങ്ങൾ വായിക്കും. മീകാപ്രവചനം 5-ാം അധ്യായം എടുക്കണ്ട, 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീയോ എബ്രായ ഫ്രാത്തേ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ചെറുതല്ല, അവിടെ നിന്റെ പ്രഭു വരും. 1. 2, എങ്ങനെ ജനിക്കും? അവർക്കറിയാം. യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് ശയ്യാവ് പറഞ്ഞു കന്യക ഗർഭിണിയായി ജനിക്കും. 2-ാമത്തെ അടയാളം അവർക്കിതറിയാം. 3, ഇവൻ ജനിച്ചു കഴിഞ്ഞാൽ എന്തുവാ? ബേത്ലഹേമിലെല്ലാം മുട്ടായി കൊടുക്കുന്നല്ല. യെരമ്യാവ് 31:15 പറയുന്നത്, രാമായിൽ ഒരു ശബ്ദം കേട്ടു, റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊല്ലും. 3, അവർക്കറിയാം. 4, ഏറ്റവും മനോഹരം, ഇവർക്ക് കാണാപ്പാടവാ. യേശു ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് സക്കറിയ പറഞ്ഞു, സിയോൻ പുത്രി, ഇതാ നിന്റെ രാജാവേ കുതിരപ്പുറത്തല്ല കഴുതപ്പുറത്ത് കയറി വരും. അതല്ലേ ക്രൈസ്തവ ലോകം ഓശാന ആഘോഷിക്കുന്നത്. അവർക്കറിയാം. 5, ഇവർ ഒറ്റിക്കൊടുക്കും, 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും. സക്കറിയ 12:15 പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സുണ്ട് എന്റെ കൂലിതാ 30 വെള്ളിക്കാശ്. ഇത്രയും അറിയാവുന്നവർ യേശുവിനെ തള്ളി പറഞ്ഞ് നടക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞു, മറ്റൊരുത്തൻ. വായിക്കാം, യോഹന്നാൻ 5:43. ആ സംഭവത്തിലേക്കാണ് ഇന്നത്തെ ലോകം വരുന്നത്. വായിക്കാം, 5:43. യോഹന്നാൻ 5:43. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ആദ്യം ഈ ലോകത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്, നമ്പർ 1, ക്രൈസ്തവ സഭ വചനപ്രകാരം എടുക്കപ്പെടും. അത് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ആക്സിഡന്റാ. അല്ലാതെ പിറ്റേ ദിവസം ഇതിലെ KSRTC ഓടുകയില്ല, ഇതിലെ ഓട്ടോ ഓടുകയില്ല. അത് ലോകം ഇത് ഞാൻ പുറകെ സമയമുണ്ട് പറയാം. ഈ മുറ്റത്ത് എന്ത് സംഭവിച്ചത് റോഡിൽ അറിയാത്തൊരു ആക്സിഡന്റ് ഉണ്ടാവും. അങ്ങനെയാണ് ആന്റി ക്രൈസ്റ്റ് അധികാരം എടുക്കുന്നത്. 2 സംഭവം നടക്കാൻ പോവുക. സഭ എങ്ങനെ എടുക്കപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. വായിക്കാം, വേഗം വായിക്കാം. യെരമ്യാവ് 25:31. യെരമ്യാവ് 25:31. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട്. നോക്കിക്കേ, ക്രൈസ്തവ സഭകളോടല്ല, ദൈവമക്കളോടല്ല, അല്ലാത്തൊരു വ്യവഹാരമുണ്ട്, ഒരു ഡീലുണ്ട്. അടുത്ത വാക്യം, അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിന് ഏൽപ്പിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ഒരു ദൈവ പൈതലിനല്ല, അനർത്ഥം ജാതിയിൽ നിന്നും ജാതിയിലേക്ക് വരുന്നു. അടുത്ത വാക്യം, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ്. അവിടെ സംഭവം, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരുന്നു. അടുത്ത വാക്യം, അന്നാളിൽ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. അവരെ കുറിച്ച് ആരും വിലപിക്കയില്ല. എന്താ? അവരെ കുറിച്ച് ആരും വിലപിക്കത്തില്ല.
അവരെ എഴുത്ത് പഠിക്കാം. അവരെ എടുത്ത് കുഴിച്ചിടുകയോ ശവം അടക്കത്തില്ല, കുഴി കുത്തത്തില്ല. അടുത്ത വാക്യം, അവർ നിലത്തുനിന്ന് നിലത്തിന് തീരും. അവര് നിലത്തിന് വളമായി മാറി. എന്താ സംഭവം? സുപരിചിതമാ, ബൈബിൾ അറിയാവുന്നവർക്ക്. ഏലിയാവും എലീശായും നടന്നുകൊണ്ടിരുന്നു. അതിശക്തമായ ഒരു ചുഴലിക്കാറ്റടിച്ചു, ഒരു സൈക്ലോൺ അടിച്ചു, അവരെ തമ്മിൽ വേർതിരിച്ചു. ആ സൈക്ലോണിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് പോയി. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം വേഗം വായിച്ചാട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരൗധവും അഗ്നിയശങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ആധുനിക ശാസ്ത്രം ഭയത്തോടെ പറയുന്നു, ഇതുപോലെ ചൂട് കൂടിയാൽ, നിങ്ങൾക്കറിയാമോ ഭൂമിയിലെ ചൂടെത്ര? ഇവിടെ 20 ഡിഗ്രിയാണ് ആവറേജ് ആവശ്യം. അത് 40, കേരളത്തിൽ ഇന്ത്യയിൽ 35, അല്ലെങ്കിൽ ഗൾഫിൽ 45, 50. അതൊക്കെ അതിശക്തമായ ചൂടാണ്. 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗൾഫിലെ ഭയങ്കര ചൂട്. 50, 55 അതിനപ്പുറം താണ്ടാനൊക്കത്തില്ല. നമുക്ക് 30, 35, 40 ആകുമ്പോ നമ്മുടെ സ്ഥിതി മാറുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ മിക്കവാറും 5, 10, 20 കൂടിയാൽ അവർക്ക് ജീവിക്കാൻ മേല. ഇപ്പോഴത്തെ ചൂട് കേൾക്കണോ? ആവറേജ് 60, 65 ഇനിയും ആയില്ല, ഇനിയും ചൂട് കൂടും. ചൂട് കൂടി 23 ഡിഗ്രി ചൂട് മതി നമുക്ക് മഴ കിട്ടാൻ. സമുദ്രജലം നീരാവിയാകാൻ 23 മതി. അതിൽ കൂടുതലാണെങ്കിൽ സമുദ്രത്തിന്റെ സ്ഥിതി മാറും. എന്താണ് സൈക്ലോൺ? എങ്ങനെയാണ് ചുഴലിക്കാറ്റടിക്കുന്നത്? സൂര്യൻ അതിശക്തമായി ചൂടടിച്ചാൽ സമുദ്രവിളകും. 40, 45, 50 ഡിഗ്രി ആയാൽ സമുദ്രത്തിൽ നിൽക്കാനൊക്കത്തില്ല. സമുദ്രം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്, മനോഹരമായി കാണുന്ന സമുദ്രം 3 ഭാഗമാണ്. എപ്പിലിമ്യോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമ്യോൺ. മേളിലത്തെ 300 മീറ്റർ എപ്പിലിമ്യോൺ, ഉപരിതല വെള്ളം. രണ്ടാമത്തത് പൈക്ലോക്ലൈൻ, മറ്റൊരു ഡെൻസിറ്റി. അതിനടിയിലെ ആഴക്കടൽ, ഹൈപ്പോലിമ്യോൺ. ഇങ്ങനെ 3 ഭാഗമാണ്. എന്തിനാണെന്ന് അറിയാമോ? കടലിന്റെ അടിയിലത്തെ പ്രഷർ 700 മടങ്ങ. ഞാനോ നിങ്ങളോ ഈ ശരീരവുമായിട്ട് അവിടെ ചെന്നാൽ 1/2 മിനിറ്റ് വേണ്ട, നമ്മുടെ തലയോട്ടി പപ്പടം പോലാകും. ആ പ്രഷർ എപ്പിലിമ്യോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമ്യോൺ കൊടുത്തിരിക്കുന്നത് കടലിന്റെ അടിയിൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ധാരാളം. വെറും 5 കിലോമീറ്റർ കടലിനടിയിൽ വൾക്കാനോ പൊട്ടാൻ തയ്യാറായിരിക്കുക. അത് പൊട്ടാതിരിക്കാൻ സഹോദരിമാർ വിനാഗിരി കോർക്കിട്ടടയ്ക്കുന്നത് പോലെ തമ്പുരാൻ കൊടുത്തിരിക്കുന്ന പ്രഷറാണ് എപ്പിലിമ്യോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമ്യോൺ. എന്നാൽ ശാസ്ത്രം പറയുന്നു, ചൂട് കൂടിയപ്പോൾ ഈ നില മാറുന്നു, കടലയയുന്നു. 2002 ഇക്വഡോറിൽ ഒരു അഗ്നിപർവ്വതേ പൊട്ടിയുള്ളൂ. 6000 ഡിഗ്രി തിളച്ച മാഗ്മയാണ് കടലിൽ നിന്ന് വന്നത്. 6000 ഡിഗ്രി അവിടെ നിന്ന് വന്നത്. പസഫിക് സമുദ്രത്തിൽ ഭൂമി കിഴക്കോട്ടല്ലേ കറങ്ങുന്നത്. ഇങ്ങനെ ആ കറക്കത്തിൽ അത് ഇന്ത്യൻ സമുദ്രത്തിൽ വന്നു. ഇന്ത്യൻ സമുദ്രം അത് കൊണ്ടു നടന്നു. ഒടുവിൽ ഇന്തോനേഷ്യ വന്നപ്പോൾ സഹിക്കാമെന്നായി. അത് താഴോട്ട് പോയപ്പോഴാണ് ഇന്തോനേഷ്യയുടെ അടിയിൽ റിക്ടർ സ്കെയിൽ 9.9 ഉള്ള ഒരു ഭൂമി ഉൽക്കൊണ്ടായി. അന്നടിച്ച സുനാമിയാണ് മലയാളി ഉൾപ്പെടെ 3 ലക്ഷം പേര് പോയത്. കാരണം എന്താ? ഇക്വഡോറിൽ കടൽ ചൂടായതാ. ഓരോ ചുഴലിക്കാറ്റിലും പേരിടുന്നതിന്റെ കാരണം അവർക്കറിയാം. കടൽ ചൂടായാൽ ഇന്ന ലക്കിൽ വരും. റീത്ത, കത്രീന, ഓഖി, മാത്യു, നമുക്കറിയാമല്ലോ ഓരോ രാജ്യക്കാർക്ക് കൊടുക്കുന്ന ഓഫർ പേരിടാൻ. അങ്ങനെയാണെങ്കിൽ ഈ ചൂട് ഇങ്ങനെ കൂടിയാൽ ശാസ്ത്രം പറയുന്നു, ഈ കടൽ ഒന്നായാൽ അതിശക്തമായ ചുഴലിക്കാറ്റ് അടിക്കുമ്പോൾ മേഘങ്ങൾ തമ്മിൽ കൂട്ടിയടിച്ച് ആർക്കും കൺട്രോൾ മേലാത്ത അതിശക്തമായ ചുഴലിക്കാറ്റ് അടിക്കും. ആ ചുഴലിക്കാറ്റാണ് വേറൊരു ഭാഗത്ത് കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ പ്രതീക്ഷയിൽ നിന്ന് വരും. ഹല്ലേലൂയ. കാഹളം ചെവി കേൾക്കുന്ന സൂത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരുടെ മനസ്സിൽ കേൾക്കുന്ന സ്പന്ദനമാണ്. അവർ രൂപാന്തരപ്പെടും. അപ്പോഴാണ് ഈ ചുഴലിക്കാറ്റ് അടിച്ചാൽ കണ്ണുമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും. ആരാ? കൃപയിൽ വചനപ്രകാരം ജീവിക്കുന്നവർ. ബാക്കിയോ ഈ ഭൂമി മരുഭൂമിയേക്കാൾ കഷ്ടമാകും. അതിശക്തമായ ചുഴലിക്കാറ്റായിരിക്കും. ഞാന് തിരക്കിൽ കൊണ്ടുവരാൻ മറന്നുപോയി. എന്റെ കയ്യിലിരിപ്പുണ്ട് ഒരു ഫോട്ടോഗ്രാഫ്.
2004 അടിച്ച ഒരു ചുഴലിക്കാറ്റാണ്. തായ്ലൻഡിൽ നമ്മുടെ ബോംബെ നഗരം പോലൊരു നഗരം തകർന്നു കിടക്കുന്നത് റോയിട്ടേഴ്സ് പ്ലെയിനിൽ പോയി എടുത്ത പടമാണ്. ഞാൻ എടുക്കാൻ വിട്ടുപോയി നിങ്ങളെ കാണിക്കാൻ. ബോംബെ നഗരത്തെക്കാൾ വലിയൊരു നഗരം തകർന്നു കിടക്കുന്നത് പ്ലെയിനിൽ നിന്ന് റോയിട്ടേഴ്സ് എടുത്ത ഫോട്ടോഗ്രാഫ് മലയാള മനോരമ വന്നായിരുന്നു. പക്ഷെ ഞാൻ ആ ഫോട്ടോഗ്രാഫ് സൂക്ഷിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, കണ്ട സഹിക്കത്തില്ല. ബോംബെ പട്ടണത്തെക്കാൾ വലിയൊരു പട്ടണം തായ്ലൻഡിൽ ഒരാക്രിക്കടയിൽ ഇരുമ്പ് സാധനം കൂട്ടിയിട്ടിരിക്കുന്ന പോലെ. ഒരു സ്ഥലത്ത് മാത്രം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ മുഴുവൻ ഒരു ചുഴലിക്കാറ്റടിക്കും. കാരണം ഈ ലോകത്തിലെ 198 രാജ്യങ്ങളിൽ രക്ഷയുടെ അനുഭവമുള്ള ദൈവമക്കളുണ്ട്. ഇല്ലേ? റാപ്പള്ളിയിലും അടിക്കും, കോട്ടയത്തും അടിക്കും, അമേരിക്ക എല്ലാം അടിക്കും. ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ കെട്ടിടങ്ങളല്ല. ഇവിടുന്ന് എവിടെ പോയിരിക്കുമെന്ന് അറിയത്തില്ല. കെട്ടിടങ്ങൾ നിലംപൊത്തി വീഴും, സകല സ്ഥാപനങ്ങളും നിന്നുപോകും, റെയിൽവേ പാലം കാണത്തില്ല, മനുഷ്യൻ വച്ചിരിക്കുന്ന ടവറെല്ലാം താഴെ വരും, കമ്മ്യൂണിക്കേഷൻ കാണത്തില്ല, വൈദ്യുതി നിലയങ്ങൾ പൊട്ടി താഴെ വരും, ആറ്റം നിലയങ്ങൾ പൊട്ടും, അണക്കെട്ടുകൾ പൊട്ടും, വലിയ അപകടം ഉണ്ടാകും, കോടിക്കണക്കിന് ആളുകൾ മരിക്കും. അങ്ങനെ ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത ഒരു രാത്രി കർത്താവ് പറഞ്ഞത്. ആർക്കും പ്രവർത്തിച്ചില്ല. രാത്രി വരുമ്പോൾ ദൈവമക്കൾ എടുക്കപ്പെടും. ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വഴിയില്ലാതിരിക്കുമ്പോൾ ഒരുവൻ വരും, എതിർ ക്രിസ്തു. ഞാൻ പരിഹാരം ഉണ്ടാക്കാം. മോശയുടെ വടി പാമ്പായപ്പോൾ മന്ത്രവാദിയുടെ പടി പാമ്പായതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ കാണിക്കുമ്പോൾ അവനാണ് യഥാർത്ഥ ക്രിസ്തുവെന്ന് യഹൂദൻ അബദ്ധത്തിൽ ചിന്തിക്കും. അതിന്റെ വഴിയൊരുക്കമാ. 15 മിനിറ്റോട് ഞാൻ നിർത്താം. എന്താണെന്നറിയാമോ? ഈ യുദ്ധം ഇപ്പോൾ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള യുദ്ധമാണ്. കാര്യം നമ്മൾ ഓർക്ക് ഇസ്രായേൽ ജയിക്കത്തില്ല. അവന്റെ കൈ കുഴയും. അവന്റെ കൈ കുഴയണം. ഇതാരാണെന്നൊക്കെ പറയാനാണ് ഞാൻ വന്നത്. ഈ ആരാണ് ഈ ഫെലിസ്തീയർ എന്നൊക്കെ ചിന്തിക്കണമെന്നായിരുന്നു. നമ്മുടെ സമയം പോയല്ലോ. ഞാൻ വേഗം നിർത്താം. 3 തീവ്രവാദ സംഘടനകൾ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി. 3 മറ്റ് അറബികൾ നോക്കിക്കേ, അനങ്ങുന്നില്ല. ഒറ്റ അറബി രാജ്യം ഇസ്രായേലിനെതിരില്ല. ഇസ്ലാമിക് കൺട്രീസ് മാത്രം. ഇറാൻ, ടർക്കി, സിറിയ, 3 ഇസ്ലാമിക് കൺട്രീസ്, 3 തീവ്രവാദികൾ. അതിനോട് ചേർന്ന് 8 വേറെ സംഘടനകൾ. ഈ പുള്ളികളാണ് ഇവരോട് പയറ്റുന്നത്. അറബികൾ ഉണ്ടോ? അനങ്ങുന്നില്ല, സൈലന്റ്. ആദ്യം അനങ്ങേണ്ടത് അവരനങ്ങുന്നില്ല. സംഭവം ഉണ്ടായി, ഇവരടിച്ചോണ്ടിരിക്കുക. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുക സംഭവം. ഇപ്പം നമുക്ക് തോന്നും ഇവൻ വിജയിച്ചത്. ഇല്ല, ഇവൻ അവരെയെല്ലാം അടിച്ചൊതുക്കും. അതൊക്കെ വേറെ കാര്യം. അവന്റെ ബുദ്ധി കൊണ്ടാ ഒതുക്കും. അങ്ങനെ ഇവരെ ഒതുക്കി നല്ല നിലയെ വന്നു കഴിയുമ്പോൾ കർത്താവ് വരും, സഭ എടുക്കപ്പെടും. ഈ പ്രശ്നങ്ങളെല്ലാം ലോകത്തിലാകുമ്പോൾ ഒരുവൻ കയറി വരും, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ കർത്താവിന്റെ വചനം നിവർത്തിക്കും. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളണം. അവനെ കൈക്കൊണ്ട് അവന്റെ കീഴിൽ കിടന്ന് അമരുമ്പോൾ കുത്തിയമംഗലേക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, വളരെ വേഗം സംഭവിക്കാൻ പോകുന്ന സെറ്റിൽമെന്റ് കേട്ടോളം. ഇസ്രായേലിന്റെ കൈ കുഴയും, അവന്റെ ആയുധ ശേഖരങ്ങൾ തീരും, അവന്റെ മിലിറ്ററി മടുക്കും. അങ്ങനെ മടുക്കുമ്പോൾ സഭ എടുക്കപ്പെടും, എതിർ ക്രിസ്തു വരും. അപ്പോൾ സെറ്റിൽമെന്റ് കൊണ്ടുവരും. വായിക്കാം, വചനം നിവർത്തിക്കാൻ പോവുക. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം നിവർത്തിക്കാനായി ഈ യുദ്ധം. വെളിപ്പാട് പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം. പിന്നെ ദണ്ഡ് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റു ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. കേട്ടോണം, അടുത്ത വാക്യം. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിച്ചോ? അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. നോക്കിക്കേ, ആലയത്തിന്, യെരുശലേമിന്റെ കാര്യമായി പറയുന്നത്. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾ പിടിച്ചെടുക്കുമെന്നല്ല, ജാതികൾക്ക് കൊടുക്കും. യെരുശലേം, നിങ്ങൾ ചിലരെങ്കിലും സംശയിച്ചേക്കാം, വചനം നിവർത്തിക്കാൻ പോകുന്നു. ഒരു സെറ്റിൽമെന്റ് എതിർ ക്രിസ്തു കൊണ്ടുവരും. അതുകൊണ്ടാണ് ദാനിയേൽ 9:27 പറയുന്നുണ്ട്, അവൻ ഒരാഴ്ച വട്ടത്തേക്ക്, വേദപുസ്തക ഭാഷ 7 വർഷം, പ്രധാനപ്പെട്ട 3 കൂട്ടരോട് അവൻ ഉടമ്പടി ചെയ്യും. ഒന്ന് ലോക ജനതയോടെ,
2 യഹൂദനോട്, 3 കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവരോട്, അതാരായാലും ഏത് സഭക്കാരനായാലും കൈവിടപ്പെട്ടു പോയോ അവനോട്, യഹൂദനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. നിന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കാം. കേട്ടോണം. ജെറുസലേം പലസ്തീനികൾക്ക് കൊടുക്കേ. വാക്യം നിങ്ങൾ കണ്ടോ? ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. അത് ജാതികൾ പിടിച്ചെടുത്തെന്നല്ല, ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ഈ മൈക്ക് ഞാൻ കൊണ്ടുവന്നതല്ല, സമൂഹൽ ഭാഷ എനിക്ക് തന്നതാ. ജെറുസലേം ഒരു ഉടമ്പടിയുടെ പേരിൽ ആർക്ക് കൊടുക്കും? പലസ്തീനികൾക്ക് യഹൂദൻ കൊടുക്കും. പകരം അലക്സ ദേവാലയം പൂട്ടിക്കിടക്കുക. അറബി യഹൂദന്റെ മുസ്ലിമിന്റെ അതിന്റെ പടിഞ്ഞാറ് വശത്തെ വിലാപമതിലിന്റെ സ്ഥലത്തെ ആലയം പണിയാൻ അവർ അനുവദിക്കും. ഒരാലയത്തിന് 95 വസ്തു വേണം. 95 റെഡിയാ. അവരുടെ കൈ കൊഴയും. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ മാസത്തിൽ ഇസ്രായേൽ ഒരു വാക്ക് പറഞ്ഞു, അറ്റ കൈ ഞങ്ങളുടെ ഒന്നുണ്ട്, അത് ഞങ്ങൾ അടിക്കും. അവർ എന്താന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അറ്റ കൈക്ക് അവരൊരു പേരിട്ടിട്ടുണ്ട്. എന്നാന്നറിയാമോ? അവരുടെ ഭാഷയാ സാംസൺ ഓപ്ഷൻ. സാംസന്റെ മലയാളം അറിയാമല്ലോ, എന്തുവാ? ശിംശോൻ ഓപ്ഷൻ. ശിംശോനെ ഗസായിൽ കൊണ്ടുപോയി ഈ കുരങ്ങ് കളിപ്പിച്ചപ്പോ ശിംശോൻ പറഞ്ഞു, ദൈവമേ ഒരിക്കൽ ആ ശക്തി ഇങ്ങോട്ടൊന്ന് തരണം, എന്റെ കണ്ണിന് പകരം കൊടുക്കാൻ. ദൈവം കൊടുത്തു. ഉള്ളി അവരുടെ ആ പരിസരയുടെ ആലയത്തിന് നമുക്കറിയാം, തൂണയിലോട്ട് പിടിച്ച് 2 അടി എല്ലാം കൂടെ താഴോട്ട് വന്നു. അതായത് അവന്റെ അന്തിശക്തി. അതുപോലെ ഞങ്ങളുടെ ഒരു അന്തിശക്തി ഉണ്ടെന്നാ അതിന്റെ പേര് അവരിട്ടിരിക്കുന്നത്, ആ സാംസൺ ഓപ്ഷൻ. ഇതൊന്നും സാധാരണക്കാർക്ക് അറിയാൻ മേല. നിവൃത്തിയില്ലാതെ വന്നാൽ ഞങ്ങൾ സാംസൺ ഓപ്ഷൻ അടിക്കും. അപ്പൊ സാംസൺ ഓപ്ഷൻ അടിച്ചപ്പം ഫെലിസ്ത്യനും ചത്തു, ശിംശോനും ചത്തു. അല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ പ്രവചിച്ചു പറയുക, ഞങ്ങൾ സാംസൺ ഓപ്ഷൻ അടിക്കുമ്പോൾ ഞങ്ങളുടെ ആടി തെറ്റും, നിക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ നയബുദ്ധിയാൽ കാര്യം സാധിപ്പിക്കുന്ന ഒരുത്തം വരും. അവൻ പറയും, ഞാൻ പരിഹരിഞ്ഞു തീർക്കാം. അവൻ പറഞ്ഞു തീർക്കുന്ന സെറ്റിൽമെന്റ് ആണ്. യെരുശലേം വിട്ടുകൊടുക്കപ്പെടും, പകരം യെരുശലേം ദേവാലയം കിട്ടും. യഹൂദന്മാർക്ക് നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളഞ്ഞെന്ന ഇന്ന് വരെ ആലയം പണിയാൻ സാധിച്ചിട്ടില്ല. 95 വസ്തുക്കൾ വേണം, അത് റെഡിയാ, സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഒരുവൻ ആലയം പണിയാൻ അനുവാദം മേടിച്ചു കൊടുത്താൽ പറയും, നീ തന്നെ ക്രിസ്തു. നിവൃത്തി കണ്ടോ? അവനെ സ്വീകരിക്കും. സ്വീകരിച്ചു കഴിയുമ്പോൾ ദേവാലയത്തിൽ അവൻ കയറും. നിങ്ങൾക്കറിയാം, അവന്റെ തനിനിറം കാണിക്കും. എന്നെ നമസ്കരിക്കണം. ഞാൻ വേഗം അവസാനിപ്പിക്കാം. എന്നെ നമസ്കരിക്കണം. യഹൂദന്റെ പ്ലാൻ മാറും. അന്നേരം മനസ്സിലായി, ഇത് ചതിവാ, ഇത് വഞ്ചനയാ. നിന്റെ ദൈവമായ യഹോവയല്ലാതെ വേറെ ആരെയും നമസ്കരിക്കും. അതായത് അന്നത്തെ വായിക്കാം, അതുകൂടെ നിവർത്തിച്ചു കഴിഞ്ഞു. വെളിപ്പാട് 13:14 വേഗം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ദൈവസഭ എവിടെ നിൽക്കുന്നു? ലോകം എവിടെ നിൽക്കുന്നു? മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിക്കുന്ന മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളെ പറക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കത്തക്കവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കും. TV കാണുന്ന പരിപാടിയൊന്നുമല്ല, ഇന്ന് കാണുന്നല്ല, യൂട്യൂബിൽ കാണുന്നതല്ല. ലോകത്തിൽ നിഴലായി 2 സംഭവം നടന്നു. ഒന്ന് ഈ 2024, ഒന്ന് 2023. 2023 ജർമ്മനിയിലെ ഒരു ഇവാഞ്ചലിക്കൽ പള്ളിയിൽ രാവിലെ ആരാധനയ്ക്ക് 300 പേര് ചെന്നപ്പോൾ കണ്ടത് ശുശ്രൂഷകൻ ആള് മാറി. പുതിയ ശുശ്രൂഷകൻ അതിമനോഹരമായി പ്രസംഗിച്ചു. നല്ല പ്രസംഗം. വെറും 40 മിനിറ്റ് കൊണ്ട് തീർന്നു. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ശുശ്രൂഷകൻ പറഞ്ഞു കേൾക്കണോ, എനിക്ക് അഭിമാനമുണ്ട്, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനാണ് ഞാൻ. GTP, ജനറേറ്റഡ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. അറിയാമല്ലോ, ഈ റോഡിലൊക്കെ ക്യാമറ വെച്ചിട്ടില്ലേ, ആ സൂത്രത്തിന്റെ വേറൊരു സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇവിടെ കൊട്ടാരക്കര എന്റെ 3000 രൂപ പോയി കഴിഞ്ഞ മാസം. ഒരു ഫ്യൂണറൽ വന്ന എന്റെ ഡ്രൈവർ
അറിയാതെ കയറി എടുത്തതാണ്. രണ്ട് വീട്ടിൽ ചെന്നപ്പോൾ 3000 രൂപയുടെ ബില്ലും വന്നു. സ്തോത്രം. ഇതതിന്റെ കൂടിയ സാധനമാ. ഏതാ? ആ പള്ളി കയറി വന്ന് നിന്ന് ആരാന്നറിയാമോ? അന്നത്തെ ശുശ്രൂഷകൻ ആരായിരുന്നു? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധിയിൽ ഒരുവൻ സംസാരിച്ചു 40 മിനിറ്റ്. കഴിഞ്ഞ മാസത്തിൽ സ്വിറ്റ്സർലൻഡിൽ ഒരു പള്ളിയിൽ കുമ്പസാരിക്കാൻ ചെന്നപ്പോ പുരോഹിതനല്ല, അപ്പുറത്ത് നിൽക്കുന്ന യേശു. അയ്യോ, ചെന്നവർക്ക് സന്തോഷം. മുഴുവൻ പാപവും ഏറ്റു പറഞ്ഞു. യേശു പാപം മുഴുവൻ ക്ഷമിച്ചു പൊക്കോളാൻ പറഞ്ഞു. അതും ഈ പുള്ളിയായിരുന്നു. ആരാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യേശു. ഇത് രണ്ടും കണ്ടോ? എങ്കിൽ സഭയെടുക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ ടിവിയിലും, എല്ലാ ആരാധനാലയങ്ങളിലും, എല്ലാ മൊബൈലിലും അവന്റെ സംസാരിക്കുന്ന പ്രതിമ വരും, സ്റ്റാറ്റ്യൂട്ടറി നിയമം വരും, നമസ്കരിക്കണം. അതിന്റെ മുന്നോടിയാണ് ഈ കണ്ടത്. അപ്പോൾ ഇസ്രായേലിന് മനസ്സിലാകും ഇവൻ വ്യാജൻ. അപ്പോൾ ഇസ്രായേൽ എതിർക്കും, കഠിനമായി ഇസ്രായേലിനെ ഉപദ്രവിക്കും, കുത്യവങ്കിലേക്ക് നോക്കും. ലോക ജനത അവന്റെ കീഴിൽ ഞെരങ്ങാൻ പോവുകയാണ്. ധാർമ്മിക അധപ്പതനത്തിന്റെ അടിവക്കിൽ അവൻ നിയമമിടും. ആർക്കും ആരെയും കല്യാണം കഴിക്കാം. ദാനിയേൽ 7:25 നിയമം മാറ്റും. ഇന്ന് ലോകത്തിൽ ഒറ്റ നിയമമേ ഉള്ളൂ, ധാർമ്മിക നിയമം. ആരും പാസ്സാക്കാത്തതാണ് ആ നിയമം. ഒരു ഒറ്റ ലോകത്തിൽ കറുത്തവരും വെളുത്തവരും പണ്ഡിതനും പാമരനും ദൈവമുള്ളതെന്ന് പറയും, ഇല്ലാത്തവരും തീവ്രവാദിയും ഭയങ്കരന്മാരും എല്ലാം അനുസരിക്കുന്ന ഒരു നിയമമുണ്ട്. എന്നാ അറിയാവോ? മോറൽ ലോ. എന്തുവാ? സ്വന്തം കുഞ്ഞിനെ പെറ്റു വളർത്തിയ അമ്മയ്ക്ക് മകനെ എങ്ങനെ കാണാം, അപ്പന് മകളെ എങ്ങനെ കാണാം, ഇതാ മോറൽ ലോ. ആ നിയമം മാറുന്നത് കാണോ? നിങ്ങൾ കണ്ടോ? പത്രത്തിൽ കാണാമല്ലേ? മകളെ പീഡിപ്പിക്കുന്ന അപ്പൻ പത്രത്തിൽ വായിച്ചോ? എന്താ? ഇവൻ നിയമം കൊണ്ടുവരും, ആർക്കും ആരെയും കല്യാണം കഴിക്കാം. അങ്ങനത്തെ ഒരു ലോകം വരാൻ പോവുക. എന്നാൽ ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചേ വിശുദ്ധിയിൽ ജീവിച്ചാൽ ഈ തലമുറ, ആണ്ടുമാസം ഞാൻ ഇപ്പോൾ പറയാം, ആണ്ടുമാസം പറയാൻ ആർക്കും ഒക്കത്തില്ല, അത് കർത്താവ് പിതാവിനെ അറിയത്തുള്ളൂ. എങ്കിലും സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഈ തലമുറയിൽ എന്റെ കർത്താവ് വരും. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ആരായാലും ചേർക്കപ്പെടും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. കർത്താവെ, നിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ കൺവെൻഷൻ നടത്തി, നിന്റെ നാമത്തിൽ സ്തോത്ര കാഴ്ചയിട്ടു, നിന്റെ നാമത്തിൽ അത് പണിതു. എനിക്കിതൊന്നും അറിയണ്ട. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്റെ ഇഷ്ടം ചെയ്യാത്ത ഒരു വ്യക്തിയെ ഞാൻ അറിയുന്നില്ല. കണ്ണുകളടയ്ക്കാം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഈ തലമുറ കർത്താവിന്റെ വരവിന്റെ തലമുറയാ. രോഗം രണ്ടായിട്ട് പോകാൻ പോവുകയാണ്. യേശുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കൾ രൂപാന്തരപ്പെടും. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയാൽ എന്റെ നിങ്ങളുടെ ശരീരത്തെ കണ്ണിമയ്ക്കെതിരിടയിൽ തന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എനിക്ക് നിങ്ങൾക്ക് 7 വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അവശേഷിക്കുന്ന കോടിക്കണക്കിന് ശവം ഈ ഭൂമിയിൽ കിടക്കും. കോടിക്കണക്കിന് ശവം ഈ ഭൂമിയിൽ കിടക്കും. അവശേഷിക്കുന്നവർ ഒരു വല്ലാത്തവന്റെ ഭരണത്തിന് കീഴിൽ പോകുന്നു. ഇന്ന് രാത്രി സുപ്രസാദമായ ഒരു ദിവസമാണ്. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാം. എത്ര ധനമുണ്ടെങ്കിലും, എന്ത് വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എന്തെല്ലാം പേരും പ്രശസ്തിയും ഉണ്ടെങ്കിലും, ജീവപുസ്തകത്തിൽ പേരില്ലേ, ആ ജീവിതം പരാജയമാണ്. ഏത് കുടുംബത്തിൽ ജനിച്ചാലും, എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ ജീവിതം പരാജയമാണ്. യേശുവേ, നീ സ്വർഗത്തിൽ എന്റെ നാമമെഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമേൻ സന്തോഷം. അറിയാവുന്ന ചേർന്ന് പാട്. യേശുവേ, നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമേ സന്തോഷം. ഈ മനോഹരമായ രാത്രിയിൽ കണ്ണുകളടയ്ക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളോടും എന്നോടും വ്യക്തിപരമായിട്ട് ഇടപെടുകയാണ്. ദൈവമക്കളെ, എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും ക്രിസ്തുവിലെ പരാജയമാണ്. ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ പരാജയമാണ്. നേടിയതൊന്നും നമ്മുടെ കൂടെ വരികയാണ്, നമുക്കറിയാം. എന്നാൽ ക്രിസ്തുവിനെ നേടിയാൽ നാം അങ്ങ് ചെല്ലും. ഞാൻ ദൈവമക്കളെ, ദൈവദാസന്മാരെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ അനുഭവമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കൈയൊന്നും ഉയർത്തണ്ട.
ഇരിക്കുന്ന ഇടത്ത്, വീട്ടിൽ, റോഡിൽ, വഴിയിൽ ഇരിക്കുന്ന സ്ഥലത്തെ ഹൃദയത്തെ കർത്താവിന് തുറന്നാൽ മതി. ആ നിമിഷം കർത്താവ് അകത്ത് വരും. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. നിങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. സ്വർഗീയ പിതാവേ, ഈ ഭവനാങ്കണത്തിൽ അങ്ങയുടെ വചനം ഘോഷിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇതാർക്കും ശിക്ഷാവിധിക്കിടയാകരുത്. നിത്യജീവങ്കിലേക്കുള്ള നീറുറവിയാക്കണം. അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.